സഹ്യനേക്കാൾ തലപ്പൊക്കം, നിലയേക്കാളും ആർദ്രത, ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകം. അങ്ങനെ നിനക്കെഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ, നിനക്ക് കാണുവാൻ മാനം നീർത്തുന്നു വർണ്ണപുസ്തകം, നിനക്ക് മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര, പഠിക്കൽ വന്നു കൂകുന്നു പട്ടണിപ്പൊന്നുഷസ്സുകൾ. കാൽപ്പനിക മലയാള കവിതയിലെ മേഘരൂപനായിരുന്ന പി കുഞ്ഞിരാമൻ നായർ എന്ന മഹാകവിയെക്കുറിച്ച് ആറ്റൂർ രവിവർമ്മ എഴുതിയ കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്. ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുകനെന്ന് കവിയിലെ പുരുഷനെ ആറ്റൂർ രേഖപ്പെടുത്തി. ഒരേ സമയം സ്ഥലത്തിലൂടെയും കാലത്തിലൂടെയും വേറിട്ട് സഞ്ചരിച്ച അവധൂതനായൊരു പ്രണയസഞ്ചാരി എന്ന് കവിയുടെ പ്രണയപാപങ്ങൾക്ക് പിന്നാലെ സൂക്ഷ്മദർശിനി വായിച്ച ആലങ്കോട് ലീലാകൃഷ്ണനും പറഞ്ഞു വെച്ചു. ചരാചര പ്രേമലീല കണ്ടു നിൽക്കും അപാരതയെ കണ്ടിട്ടറിഞ്ഞുവോ നിങ്ങൾ എന്നെ പൊൻവയിൽ നാളമേ എന്നെഴുതിയ കവിയുടെ ജീവിത പരമാർത്ഥം കണ്ടറിയാൻ സാഹിത്യ കുതുകുകളിൽ തന്നെ എത്ര പേർക്കായി എന്നത് സംശയമാണ്. അപ്പോൾ പിന്നെ ആ വാസന ഏശാതെ കവിയെ കാമുകനായി മാത്രം കാണാൻ ശ്രമിക്കുന്ന ബഹുജനത്തിൻ്റെ കഥ പറയുക തന്നെ വേണ്ട. കുഞ്ഞിരാമനെ കവിയാക്കിയ ജീവിതത്തിലൂടെ, കവിയുടെ കാൽപ്പാടുകളിലൂടെ, നിത്യകന്യകയെ തേടി അദ്ദേഹം നടത്തിയ യാത്രകളിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാകാം ഈ ലക്കം വല്ലാത്തൊരു കഥയിൽ. കാഞ്ഞങ്ങാട്ടെ സമ്പന്നമായൊരു ജന്മിഗൃഹത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞിരാമൻ എന്ന പയ്യൻ വളർന്നു വലുതായപ്പോൾ ഭൂമി മലയാളത്തിൽ എങ്ങും അറിയപ്പെടുന്നൊരു മഹാകവിയായി മാറിയതിൻ്റെ കഥ. വരികളിൽ പടർത്തി നിർത്തിയ കാൽപ്പനികതയും മനസ്സിലാവേശിച്ച ഉന്മാദവും ചേർന്ന് കവിയെ കൊണ്ട് ആജീവനാന്തം നടത്തിച്ച സ്വപ്നാടനങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. മലയാള കവിത കണ്ടതിൽ വെച്ച് ഏറ്റവും കാൽപ്പനികനായ കവിയായിരുന്നു പി കുഞ്ഞിരാമൻ നായർ. അത്യസാധാരണവും സംഭവബഹുലമായ തൻ്റെ വ്യക്തിജീവിതത്തിലെ ചുഴലിക്കാറ്റുകൾക്കിടയിലും ആ തുലിക നിരന്തരം കവിത ചുരുത്തിക്കൊണ്ടിരുന്നു. പിയെപ്പോലെ ജീവിതവും കവിതയും ഇത്രമേൽ പരസ്പരം പുണർന്നു കിടക്കുന്ന മറ്റൊരു കവിയും മലയാളത്തിൽ കാണുകയില്ല. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ എന്നിങ്ങനെ 3 ആത്മകഥാ പുസ്തകങ്ങൾ തന്നെയുണ്ട്. ഇവയ്ക്ക് പുറമെ ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര എഴുതിയ പി കാവ്യരൂപൻ്റെ കാൽപ്പാടുകൾ, ഈയങ്കോട് ശ്രീധരൻ എഴുതിയ സ്വപ്നാടനം, കവിയുടെ മകൻ വി രവീന്ദ്രൻ നായർ എഴുതിയ കവി അച്ഛൻ, കവിയുടെ മകൾ വി ലീലാമ്മാൾ എഴുതിയ ഓർമ്മകളിലെ കവി അച്ഛൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതിയ പിയുടെ പ്രണയപാപങ്ങൾ, മാങ്ങാട് രത്നാകരൻ എഡിറ്റ് ചെയ്ത മധുമക്ഷിക, എൻ സന്തോഷ് കുമാർ എഴുതിയ പി മായാത്ത കാൽപ്പാടുകൾ, മടവൂർ സുരേന്ദ്രൻ എഴുതിയ മഹാകവി പി എന്ന രാജകുമാരൻ, സന്തോഷ് മാനിച്ചേരി എഴുതിയ വിജയിച്ച പുരുഷൻ, പരാജിതനായ കാമുകൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണകളിലെ പിയെക്കുറിച്ചുള്ള ഒരു അധ്യായം എന്നിവ വല്ലാത്തൊരു കഥയുടെ ഈ ലക്കത്തിന് ആധാരമായിട്ടുണ്ട്. കൂട്ടത്തിൽ എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ സഹകരിച്ച ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കരയോടുള്ള കടപ്പാട് പ്രത്യേകം ഓർക്കട്ടെ. വല്ലാത്തൊരു കഥയുടെ ഓരോ ലക്കവും തയ്യാറാക്കുന്നതിന് പിന്നിൽ കാര്യമായിട്ടുള്ള റിസർച്ച് പ്രയത്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ പരിപാടി പൂർവാധികം ഉഷാറായി നടക്കാൻ പ്രേക്ഷകരുടെ പിന്തുണ കൂടി ഉണ്ടായേ തീരൂ. ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് നന്ദി. ഇനിയും എടുത്തിട്ടില്ലാത്തവർ ചാനലിൻ്റെ ജോയിൻ ബട്ടൺ അമർത്തിയോ താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ ചാനൽ മെമ്പർമാരായി വല്ലാത്തൊരു കഥയെ പിന്തുണയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. കേരളത്തിൻ്റെ വടക്കേ ജില്ലയായ കാസർകോട്ടെ ഹൊസ്ദുർഗ് താലൂക്കിൽ അജാനൂർ എന്നൊരു ഗ്രാമമുണ്ട്. അവിടുത്തെ പടിഞ്ഞാറേക്കര ദേശത്തുള്ള പനയത്തട്ട തറവാട്ടുവക അടിയോടി വീട്ടിൽ ക്രിസ്തുവർഷം 1906 ഒക്ടോബർ 26 തുലാമാസത്തിലെ തിരുവോണ നാളിൽ സംസ്കൃത പണ്ഡിതനും ആയുർവേദ വൈദ്യനുമായ പുറവങ്കര കുഞ്ഞമ്പു നായരുടെയും പനയന്തട്ട കുഞ്ഞമ്മയുടെയും മൂത്ത പുത്രനായിട്ടാണ് പി കുഞ്ഞിരാമൻ നായർ ജനിക്കുന്നത്. പണവും പ്രതാപവുമുള്ള വലിയൊരു നായർ തറവാട്. തങ്ങൾക്കുണ്ടായ ആദ്യ സന്താനത്തെ ദമ്പതികൾ സ്നേഹത്തോടെ കുഞ്ഞി എന്ന് വിളിച്ചു പോന്നു. കുഞ്ഞമ്മനാരുടെ കാര്യപ്രാപ്തി കൊണ്ട് തറവാട് പ്രതിദിനം അഭിവൃദ്ധിപ്പെട്ടു വന്നു. കുഞ്ഞിരാമൻ ജനിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യം അവർ പടിഞ്ഞാറേക്കരയിൽ നിന്ന് കഷ്ടി 1 കിലോമീറ്റർ മാറിയുള്ള വെള്ളിക്കോത്തേക്കും പിന്നീട് സ്വന്തമായി പണി കഴിപ്പിച്ച മടത്തിൽ വളപ്പിൽ വീട്ടിലേക്കും താമസം മാറ്റി. വെള്ളിക്കോത്തുള്ള മടത്തിൽ വളപ്പ് എന്ന ഈ പിതൃഗൃഹത്തിലാണ് കുഞ്ഞിരാമൻ ബാല്യകാലം ചെലവിടുന്നത്. നാട്ടെഴുത്തച്ഛന്മാരുടെ കീഴിലും വെള്ളിക്കോത്ത് ഗവൺമെൻറ് എലിമെൻ്ററി സ്കൂളിലുമായി അവൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി. കുഞ്ഞിരാമൻ അന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾ കൈപൊക്കി അതാ വരുന്നു, കുഞ്ഞിരാമൻ വരുന്നു എന്ന് ആർത്തു വിളിക്കുമായിരുന്നു. ആ വരവ് ഒരു കാഴ്ച തന്നെയാണ്. ഓമനത്തമുള്ള മുഖം, കെട്ടിവെച്ച കുടുമയ്ക്ക് മുകളിൽ പട്ടുതൊപ്പി, കാതിൽ കടുക്കൻ, കൈകളിൽ സ്വർണ്ണവള, കാലിൽ വെള്ളിത്തരിവളകൾ, വിരലിൽ ഒരു മോതിരം, ഉള്ളിൽ ഷർട്ട്, പുറത്ത് കോട്ട്, കോട്ടിന് 4 കീശ, കീശയിൽ മിഠായി, കൊച്ചുകുട, തോളിൽ പുസ്തകസഞ്ചി. ഇത്രയുമായിരുന്നു കുഞ്ഞിരാമൻ എന്ന വടക്കൻ പ്രഭുകുമാരൻ്റെ സ്കൂൾ വേഷം. തൊപ്പിയും കോട്ടും അവിടെ പ്രധാനമാണ്. 2 ഭാഷകളുടെ അഴിമുഖമായിട്ടുള്ള കാഞ്ഞങ്ങാട്ട് നാട്ടിൽ കാലിൽ തളയും കൈവളയുമൊക്കെ അന്ന് കൂടിയേ തീരൂ. വകയിൽ കുഞ്ഞിരാമൻ്റെ അച്ഛൻ്റെ അനുജനായി വരുന്ന ഒരാളായിരുന്നു വെള്ളിക്കോത്ത് സ്കൂളിലെ പ്രധാന അധ്യാപകൻ. അയാൾ ഒരു ദിവസം കുഞ്ഞിരാമൻ്റെ മുഖത്തു നോക്കി അവനെ ശകാരിച്ചു. കുതിരയ്ക്ക് പിറന്ന കഴുത, വേഷം കെട്ടി സ്കൂളിൽ വന്നാൽ മാത്രം പോരാ, പഠിക്കണം, പഠിച്ച് ജയിക്കണം. മറ്റുള്ള വിഷയങ്ങളുടെ കാര്യം എന്തായാലും പദ്യം ചൊല്ലിലും കന്നഡ മലയാളം പാഠങ്ങളിലും കുഞ്ഞിരാമൻ തന്നെയാണ് മുന്നിൽ. പക്ഷെ കണക്കെന്ന് കേട്ടാൽ മൂപ്പർ ഞെട്ടി പിന്മാറും, കരയും. എന്തിനുമേതിനും കണക്കില്ലാത്ത ഇവൻ കണക്കുമായി മുമ്പേ പിണക്കത്തിലാണ്. 100 വരെ വിരലിലെണ്ണി കൂട്ടിയാൽ പോലും പിഴയ്ക്കുന്ന മട്ടാണ് എന്ന് മാഷന്മാർ പറയുമായിരുന്നു. കണക്കിനെ ഭയന്ന് കുഞ്ഞിരാമൻ രാവിലെ കണക്ക് പിരീഡുള്ള ദിവസം ഉച്ചയ്ക്ക് സ്കൂളിൽ വരും. ചോദിച്ചാൽ വീട്ടിൽ വിരുന്നുകാരുണ്ടായിരുന്നുവെന്ന് അവൻ കള്ളം പറയും. ആ കള്ളം ഒരു ദിവസം ഹെഡ് മാസ്റ്റർ കൃത്യമായി പൊക്കി.
കുഞ്ഞിരാമനെ ശകാരം കൊണ്ട് മൂടുകയും ചെയ്തു. കുഞ്ഞിരാമൻ എന്നും ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷികളുടെ കളകൂജനവും വെള്ളച്ചാട്ടങ്ങളുടെയും നദികളുടെയും കളകളാരവങ്ങളും അനന്തമായ ആകാശവും നക്ഷത്രങ്ങളുമൊക്കെ അവൻ്റെ സന്തത സഹചാരികളായിരുന്നു. ഒരു സ്വപ്നജീവിയായി അന്തർമുഖനായിട്ടാണ് കുഞ്ഞിരാമൻ വളർന്നു വരുന്നത്. പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം കുഞ്ഞിരാമനെ അച്ഛൻ കുറച്ചു കാലം വീട്ടിലിരുത്തി സംസ്കൃതം പഠിപ്പിച്ചു. ചിട്ടപ്പടിയുള്ള വിദ്യാഭ്യാസത്തിൽ തീരെ ശ്രദ്ധയില്ലാതിരുന്ന മകനെ കുഞ്ഞമ്പു നായർ പട്ടാമ്പിയിലേക്ക് സംസ്കൃതം പഠിക്കാൻ പറഞ്ഞുവിടുന്നത് 1921 അവൻ്റെ 15-ാം വയസ്സിലാണ്. പട്ടാമ്പിയെ തൊട്ടൊഴുകുന്ന നീളാനദി, അതിൻ്റെ തീരത്ത് മഹാപണ്ഡിതൻ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയുടെ ഗുരുകുലം. കൗമാരത്തിൻ്റെ വാസനാബന്ധത്തോടൊപ്പം കവിഹൃദയത്തെ ആവേശം കൊള്ളിക്കുന്ന അനേക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വള്ളത്തോൾ പക്ഷപാതികളായിരുന്ന കാൽപ്പനിക കവികളുടെ ആസ്ഥാനമായിരുന്നു അക്കാലത്ത് പട്ടാമ്പി. വിദ്വാൻ CS നായർ, കുറുവാന്തൊടി ശങ്കരൻ എഴുത്തച്ഛൻ, കല്ലന്മാർതൊടി രൗണ്ണി മേനോൻ, ചെറുടിയിൽ കുഞ്ഞുണ്ണി നമ്പീശൻ തുടങ്ങി കുഞ്ഞിരാമൻ നായരുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഉത്തമ കവികളാണ്. വിദ്യാഭൂഷണി സാഹിത്യ സമാജത്തിലും സമഭാവി ആപ്പീസിലും എന്നും കവിതയുടെ പൂക്കാലം തന്നെയാണ്. വള്ളത്തോൾ, നാലപ്പാടൻ, ഉള്ളൂർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ തുടങ്ങി മഹാരഥന്മാരെല്ലാം തന്നെ ഗുരുനാഥൻ്റെ സംസ്കൃത ഗുരുകുലത്തിലെ വിരുന്നുകാരാണ്. ഗംഗാനദി കാളിദാസനെയും ഗോദാവരി ഭവഭൂതിയെയും പത്മാനദി ടാഗോറിനെയും എന്നതുപോലെ നീലാനദി കുഞ്ഞിരാമൻ നായരെ പ്രണയോദാരനായിട്ടുള്ള ഒരു മിസ്റ്റിക് കവിയാക്കി. പട്ടാമ്പിയിൽ കഴിഞ്ഞ കാലത്ത് കവിതയുടെ വെള്ളച്ചാട്ടം ഉണ്ടായതായി കവി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അന്ന് എഴുതിയ കവിതകളിൽ പലതും നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹത്തിന് എഴുത്തിലുണ്ട്. ഓരോ ദിവസവും പുതിയ പ്രേമ കവിതകൾ വിരിഞ്ഞു. മണമുള്ള 100 കണക്കിന് വരികൾ. പ്രേമകവിതകളുടെ തിരുവാതിര ഞാറ്റുവേലകൾ മുകൾ തട്ടിലെ മുറിയിൽ വിരുന്നു വന്നുപോയി. പ്രേമലേഖനങ്ങളായി, പ്രണയഗീതങ്ങളായി, ചിത്രശലഭങ്ങളായി ആ കവിതകൾ മുകൾ തട്ടിൽ സ്വയം പറന്നു നടന്നു. ആ വസന്തപുഷ്പങ്ങളെല്ലാം വെളിച്ചം കാണാതെ മണ്ണടിഞ്ഞു എന്ന് കവിയുടെ കാൽപ്പാടുകളിലെ കുമ്പസാരം. എൻട്രൻസ് പരീക്ഷ പാസ്സായ ശേഷം P. ശിരോമണി ക്ലാസ്സിൽ ചേർന്നു. ഇക്കാലത്താണ് സതീർത്ഥയായിട്ടുള്ളൊരു യുവതിയുമായി അദ്ദേഹം പ്രേമത്തിലാവുന്നത്. പണ്ട് വിജ്ഞാന ചിന്താമണി സംസ്കൃത മാസിക അച്ചടിച്ചിരുന്ന 4 കെട്ടിൻ്റെ 2-ാം നിലയിലായിരുന്നു അക്കാലത്ത് കവിയുടെ താമസം. താഴത്തെ നിലയിൽ ഗുരുനാഥൻ ഒറ്റയ്ക്ക് താമസിച്ചു. മറുപുറത്തെ 3 നില മാളികയിൽ ഗുരുനാഥൻ്റെ കാര്യസ്ഥൻ പാച്ചു മൂസദും കുടുംബവും. കടവല്ലൂരിൽ സ്വജാതിയിൽ വേളിയുള്ള മൂസദിന് അവിടെ സംബന്ധമായിരുന്നു. അതിൽ ചെമ്പകപ്പൂ നിറമുള്ള 7 പെൺകിടാങ്ങൾ. മാളികയുടെ 3-ാം നിലയ്ക്ക് ആരോ സ്വർഗം എന്ന് പേരിട്ടു. സുഹൃത്തായ മാധവൻകുട്ടിയുടെ മുറി വിട്ട് സ്വർഗത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കവിക്കൊരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. മൂസദിൻ്റെ 2ാമത്തെ മകൾ കുഞ്ഞുലക്ഷ്മി. കവിയുടെ കയ്യെത്തും ദൂരത്ത് അടിമുടി പൊന്നണിഞ്ഞു നിന്ന ഒരു മധുമാസ കാവ്യലക്ഷ്മി എന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. തികഞ്ഞ സഹൃദയത്വവും കവിതാവാസനയും ഉണ്ടായിരുന്ന കുഞ്ഞുലക്ഷ്മി ഗുരുകുലത്തിലെ സാഹിത്യ സദസ്സുകളിൽ അന്നേ പ്രബന്ധങ്ങൾ എഴുതി അവതരിപ്പിച്ചിരുന്നു. കവിക്ക് കുഞ്ഞുലക്ഷ്മിയോട് പ്രണയമുദിക്കാൻ ഒട്ടും കാലതാമസം ഉണ്ടായില്ല. പുരുഷന് പ്രകൃതിയായി, ആകാശത്തിന് ഭൂമിയായി, സൂര്യന് താമരയായി, മേഘത്തിന് ഇടിമിന്നലായി, ദേവദാരുവിന് വനജോത്സ്നയായി കുഞ്ഞിരാമന് കുഞ്ഞുലക്ഷ്മി. ആദ്യമായി തൻ്റെ പ്രണയിനിയെ കണ്ടുമുട്ടിയ രംഗം കവി ആത്മകഥയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ആതിരനിലാവും ഊഞ്ഞാലാട്ടവുമുള്ള മാമ്പൂമണം പരന്ന ധനുമാസ പുലരി. അമ്പലക്കുളത്തിലെ കുളി കഴിഞ്ഞ് ദേവീക്ഷേത്രത്തിൽ തൊഴുത് ഈറനുടുത്ത് അഗ്രം കിട്ടിയ ചുരുണ്ട പുരിവാർ കുഴലുമായി അവൾ വന്നു. നീലക്കണ്ണുകൾ വാലിട്ടെഴുതി നെറ്റിയിൽ ചന്ദനക്കുരിയുമായി അവൾ കോലായിൽ നിന്നു. മുകളിലേക്കൊരു നീല താമരപ്പൂ എറിഞ്ഞു തന്നു. കുമാരസംഭവം വായിക്കുന്ന സമയം. കാവ്യതപസ്സിലിരിക്കുന്ന ശിവൻ മുന്നിൽ ഗിരിരാജകുമാരിയെ കണ്ടു. കയ്യിൽ കളിത്താമരപ്പൂവുള്ള ഗിരിരാജകുമാരിയെ. പുതിയ പരിമളക്കാറ്റ്, പുതിയ മധുമാസലക്ഷ്മി. സംസ്കൃത പഠനത്തിനു പകരം മനസ്സു നിറയെ പ്രണയവും അതിലധികമായി കവിതയും നിറച്ചുവെച്ച് കുഞ്ഞിരാമൻ അക്കാലത്ത് അനേകം സ്വപ്നലോകങ്ങൾ താണ്ടി. പഠിക്കാനുള്ള സംസ്കൃത പാഠങ്ങൾ സ്വാഭാവികമായിട്ടും അയാൾ മറന്നു. അതുകൊണ്ട് തന്നെ സാഹിത്യ ശിരോമണി പരീക്ഷയിൽ ഭേഷായി തോറ്റു. തോൽവികൾ തുടർക്കഥയായതോടെ വീട്ടിലേക്ക് വിവരം ചെന്നു. പിതാവ് പുറങ്കര കുഞ്ഞമ്പു നായർ മകനെ കാഞ്ഞങ്ങാട്ടേക്ക് തിരികെ വിളിപ്പിച്ചു. കടിഞ്ഞൂൽ പ്രണയം പട്ടാമ്പി പരിസരത്ത് പാട്ടായ കാലത്ത് ഒരു ദിവസം ഗുരുനാഥൻ കുഞ്ഞിരാമൻ നായരെ വിളിപ്പിക്കുന്നുണ്ട്. അതിമാനുഷനും അതിപ്രഭാവനുമായിട്ടുള്ള ഗുരുനാഥൻ അയാളെ ഉപദേശിച്ചു. തെറ്റുപറ്റരുത്, പിഴച്ച വഴിക്ക് നടക്കരുത്. കാൽക്കൽ നമസ്കരിച്ച് കവി പറഞ്ഞു, ഇല്ല, ഒരിക്കലും തെറ്റുപറ്റില്ല. ഒരാഴ്ചക്കാലം പിന്നെ പ്രണയത്തിന് മുഖം കൊടുക്കാതെ നടന്നു. മനസ്സ് നിയന്ത്രണത്തിൽ നിന്നില്ല. എന്നാൽ ഗുരുനാഥനെ ധിക്കരിക്കാനുള്ള ധൈര്യവും വന്നില്ല. ഒടുവിൽ പെട്ടെന്നൊരു ദിവസം പരീക്ഷ പോലും എഴുതാൻ മെനക്കെടാതെ കുഞ്ഞിരാമൻ നായർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. നീലേശ്വരം കരിപ്പോത്ത് ഏച്ചിക്കാരൻ തറവാട്ടിലെ വ്യവഹാര കാര്യസ്ഥനായിരുന്നു അന്ന് കുഞ്ഞമ്പു നായർ. തറവാട്ടുകാരനവരും പ്രസിദ്ധ വൈദ്യനുമായിട്ടുള്ള വലിയ കേളുമുപ്പിൽ നായരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തൻ്റെ മകനെ നായരുടെ അടുക്കൽ വൈദ്യപഠനത്തിന് പറഞ്ഞയച്ചു. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് സംസ്കൃതം പഠിക്കാനും ഏർപ്പാടാക്കി. പകൽ മുഴുവനും വൈദ്യപഠനം. സന്ധ്യയായാൽ മൂപ്പിൽ നായരെ ഭാഗവതം വായിച്ച് കേൾപ്പിക്കാനുള്ള ജോലി കൂടി കുഞ്ഞിരാമനായിരുന്നു. യാന്ത്രികമായ ഒരു അനുഷ്ഠാനം എന്നതിലപ്പുറം അയാളുടെ മനസ്സ് അതിലൊന്നും നിലകൊണ്ടില്ല. ആ യുവാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കവിതയും പ്രണയവും മാത്രമായിരുന്നു. അതിലേക്ക് ചെന്നണയാനുള്ള ആത്മദാഹം അയാളെ അനുദിനം വലച്ചുകൊണ്ടിരുന്നു. പട്ടാമ്പിയും നിളാതീരവും തന്നെ മാടി വിളിക്കുന്നതായിട്ട് അവന് തോന്നി. ഒരു രാത്രി അച്ഛൻ്റെ അലമാര തുറന്ന് 200 രൂപയെടുത്ത് ആരോടും പറയാതെ കുഞ്ഞിരാമൻ പട്ടാമ്പിക്ക് വണ്ടി കയറി. അച്ഛൻ പറഞ്ഞത് വകവയ്ക്കാതെ മുടി മുറിച്ച് ക്രോപ്പാക്കി ഖദർമുണ്ടും ജുബയും ധരിച്ച് അയാൾ പട്ടാമ്പിയിലെത്തി. മുമ്പ് പഠനം പാതി വഴി അവസാനിപ്പിച്ച് വണ്ടി കയറിയതിന് ഗുരുനാഥനോട് ക്ഷമാപണം നടത്തി വീണ്ടും പഠനം തുടർന്നു. കവിത വായിക്കുന്നതിലും ഹൃദയസ്ഥമാക്കുന്നതിലും സ്വയം രചിക്കുന്നതിലും പട്ടാമ്പി ജീവിതം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി.
അവിടെ നടന്ന സാഹിത്യ ചർച്ചകളിൽ കുഞ്ഞിരാമൻ നിരന്തരം പങ്കെടുക്കുകയും സ്വന്തം കവിതകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു പോന്നു. സ്വതസിദ്ധമായിട്ടുള്ള വാസന കവിതയിലാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത് പട്ടാമ്പിയിൽ വെച്ചാണ്. കവിത പിറന്നത് പട്ടാമ്പിയിലായിരുന്നുവെങ്കിലും അതിൻ്റെ ബീജാവാപം ഉണ്ടാവുന്നത് സ്വഗൃഹ അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. ബാല്യകാലത്തു തന്നെ കവിത കുഞ്ഞിരാമനെ ആവേശിച്ചിരുന്നു. കവിത കുഞ്ഞിരാമൻ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത് തന്നെ. നന്നേ ചെറുപ്പത്തിൽ തന്നെ മലയാള ഭാഷയോടും കവിതകളോടും അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത താല്പര്യവും അഭിനിവേശവും ഉണ്ടായിരുന്നു. കുഞ്ചമ്പനാരുടെ മടത്തിൽ വളപ്പിൽ തറവാട്ടിൽ എന്നും ആളുകളുടെ വരവും പോക്കും അതിൻ്റെതായിട്ടുള്ള ബഹളങ്ങളും പതിവാണെന്ന്. സ്വന്തം വീട്ടിനുള്ളിലെ ഈ ആൾത്തിരക്ക് കവിയുടെ ഏകാഗ്രതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഘടകമായിരുന്നു. ഇത് കുഞ്ഞിരാമനെ കൂടുതൽ അന്തർമുഖനാക്കി എന്ന് കരുതാം. വീട്ടിൽ അച്ഛനെ തൊട്ടുരുമ്മി നിൽക്കുമ്പോഴും അകലെ തിളങ്ങുന്ന സൂര്യമണ്ഡലം നോക്കി നിൽക്കും. അത്താഴം കഴിഞ്ഞ് അമ്മ പാല് കൊടുക്കുമ്പോൾ മാന്തോപ്പിനിടയിലൂടെ പൂതിനാവ് നുകരും. ശൈശവം തൊട്ട് സ്വപ്നവിഹാരിയായി വളർന്നു എന്ന് അദ്ദേഹം തന്നെ കവിയുടെ കാൽപ്പാടുകളിൽ എഴുതുന്നുണ്ട്. തിരികെ വന്ന് വീട്ടിൽ കൂടിയ കാലത്തും അവിടുത്തെ പുരാണ പാരായണവും പിതാവിൻ്റെ സംസ്കൃത പാണ്ഡിത്യവും ചർച്ചകളുമെല്ലാം ആ വാസനയെ പരിപോഷിപ്പിച്ചു. പട്ടാമ്പിയിൽ വെച്ച് എഴുതപ്പെട്ട പ്രകൃതിഗീതം എന്ന കുഞ്ഞിരാമൻ നായരുടെ ആദ്യത്തെ കവിത ഈ ജന്മവാസനയുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ പരിണിത ഫലമായിട്ടുണ്ടായതാണ്. കിടക്കടിയിൽ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ കവിത കുറുവാന്തോടി ശങ്കരൻ എഴുത്തച്ഛൻ കണ്ടെടുത്ത് സ്വന്തം മാസികയായിട്ടുള്ള പൈങ്കിളിയിൽ അന്ന് പ്രസിദ്ധപ്പെടുത്തി. അതായിരുന്നു പി കുഞ്ഞിരാമൻ നായരുടെ തൂലികയിൽ നിന്ന് ഇറ്റുവീണതിൽ ആദ്യം അച്ചടിമഷി പുരണ്ട കവിത. പിന്നീട് അങ്ങോട്ട് കുഞ്ഞിരാമനിലൂടെ വിരിഞ്ഞു വന്നത് കവിതകളുടെ ഒരു വസന്തകാലമായിരുന്നു. സമഭാവിനിയിലും മറ്റു മാസികകളിലും തുടർച്ചയായി കുഞ്ഞിരാമൻ്റെ കവിതകൾ അച്ചടിച്ചു വന്നുകൊണ്ടിരുന്നു. കവിത മാത്രമല്ല, നാടകങ്ങളും ലേഖനങ്ങളുമായി ഗദ്യരചനകൾ വേറെയുമുണ്ടായി. ഒരു അവധൂതനെ പോലെ പി കുഞ്ഞിരാമൻ നായർ പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൂടെയും എല്ലാം അന്ന് അലഞ്ഞു തിരിഞ്ഞു. പട്ടാമ്പി വീണ്ടും കവിക്ക് വൃന്ദാവനമായി, പ്രണയത്തിൻ്റെ സമാഗമ വേദിയായി. പക്ഷേ ഈ പ്രണയം എന്നത് പലപ്പോഴും അത് ഏറ്റുവാങ്ങുന്നവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിലാഷവും ആന്തരികമായിട്ടുള്ള സ്വപ്നാനുഭൂതിയുമാണ്. കുടുംബ സാമൂഹിക സാഹചര്യങ്ങളിൽ അത് വിലക്കപ്പെടുകയോ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയോ ചെയ്യും. കുഞ്ഞിരാമൻ നായരുടെ ആദ്യത്തെ പ്രണയാനുഭവവും അത്തരത്തിലുള്ള ഒന്നായിരുന്നു. പല തടസ്സങ്ങളും പരിണതികളും അതിനുണ്ടായിരുന്നു. പ്രണയകഥ പട്ടാമ്പിയിലാകെ പാട്ടായി. പിന്നെ നാടും വീടും അറിഞ്ഞു. അതോടെ അച്ഛൻ മകനെ വീണ്ടും കാഞ്ഞങ്ങാട്ടേക്ക് തിരികെ വിളിച്ചു. അക്കാലത്താണ് നാട്ടിൽ പിതാവ് സ്ഥാപിച്ച വിജ്ഞാനദായിനി സംസ്കൃത പാഠശാലയിൽ കവി കുറച്ചുകാലം അധ്യാപകനായിട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് മടങ്ങിയെത്തി വർഷങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോഴും കുഞ്ഞമ്പുനാരുടെ മനസ്സിൽ മകൻ്റെ സംസ്കൃത പഠനം പൂർത്തിയാകണം എന്ന ആഗ്രഹം വളർന്നു വന്നു. അദ്ദേഹം മകനെ അതിനായി തഞ്ചാവൂരിലേക്ക് പറഞ്ഞയച്ചു. 1927 തൻ്റെ 21-ാം വയസ്സിലാണ് കുഞ്ഞിരാമൻ നായർ തഞ്ചാവൂരിലെ സംസ്കൃത പാഠശാലയിൽ എത്തിപ്പെടുന്നത്. പട്ടാമ്പിയിൽ നിളനദി എന്ന പോലെ തഞ്ചാവൂരിലെ കല്യാണമാല സംസ്കൃത പാഠശാലയ്ക്ക് സമീപത്തും ഒരു നദീ സാന്നിധ്യം ഉണ്ടായിരുന്നു, കാവേരി നദിക്കരയിൽ ഇരുന്നു കൊണ്ട് കവി നിളാതീരമോർത്തു. കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, തെങ്ങിൻതണലിൽ ഭാരതപ്പുഴ ഒഴുകുന്ന തുഞ്ചന്റെ നാട്ടിൽ നിന്ന് കാവേരി മുന്തിരിത്തോട്ടം നനയ്ക്കുന്ന കമ്പരുടെ നാട്ടിലേക്കെത്തി. കമ്പരുടെ നാട്, തിരുക്കുറളിൻ്റെ നാട്, തേനൂറുന്ന ത്യാഗരാജ കീർത്തനങ്ങളുടെ നാട്, ഇളനീല ചേല ചുറ്റി കരിമ്പിൻ ചുവടുമായി ആറ്റുവഞ്ചിക്കാട്ടിൽ കൂടി മൂളിപ്പാട്ട് പാടിപ്പോകുന്ന പൂങ്കാവേരിയുടെ നാട്. നിലയുടെ ഓർമ്മകൾക്കൊപ്പം സ്വാഭാവികമായും കാമിനിയുടെ മുഖവും കവിയുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. ഒരിടയിൽ വഴിമുട്ടി നിന്ന പ്രണയം തഞ്ചാവൂരിലെത്തിയ ശേഷം വീണ്ടും സമൃദ്ധമായി. കാവേരി തീരത്തു നിന്ന് നിളാതീരത്തേക്ക് കവിയുടെ പ്രണയം കത്തുകളായിട്ട് ഒഴുകിപ്പോയി. നിളാതീരത്തു നിന്ന് കുഞ്ഞലക്ഷ്മിയുടെ കത്തുകൾ കാവേരിക്കരയിലേക്കും തിരികെ എത്തി. പോകെ അവർ തമ്മിലുള്ള പ്രണയം ഗാഠമായി വന്നു. എന്നാൽ സംസ്കൃത പാഠങ്ങൾക്കൊപ്പം ചിട്ടയായി സഞ്ചരിക്കാൻ തഞ്ചാവൂർ കാലത്തും കവിക്ക് സാധിക്കുന്നില്ല. പ്രണയം എന്ന പോലെ തഞ്ചാവൂർ അയാളെ സംഗീതത്തിൻ്റെ അലൗകിക അനുഭൂതികളിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. തൂപ്പുകാരും ഭിക്ഷക്കാരും വരെ പാട്ടുകാരായിരുന്നു തഞ്ചാവൂരിൽ. ത്യാഗരാജ കീർത്തനങ്ങൾ മുഴങ്ങുന്ന തെരുവുകളിലൂടെ കവി പാട്ടും പാടി നടന്നു. തഞ്ചാവൂരിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം കവിക്ക് ഒലവക്കോട്ടെ ശ്രീരാമകൃഷ്ണോദയം പ്രസ്തുടമയായിട്ടുള്ള വേലായുധൻ നായരുടെ കത്ത് വന്നു. പാഠപുസ്തകമാക്കാനുള്ള ഒരു ഗദ്യരചന ഏൽപ്പിച്ചിരുന്നല്ലോ, അതെന്തായി എന്നുള്ള അന്വേഷണമായിരുന്നു കത്തിൽ. ഒന്നുമായില്ല, ഇതുവരെ ഞാനൊന്നും ചെയ്തില്ല എന്ന് കവി സ്വയം പറഞ്ഞു. അതോർത്തപ്പോൾ അയാൾ വിഷണ്ണനായി. പട്ടാമ്പിയിലും തഞ്ചാവൂരിലുമായി ആകെ 12 കൊല്ലത്തോളം കുഞ്ഞിരാമൻ നായർ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പിക്ക് സംസ്കൃതത്തിൽ കവിത എഴുതാനും അനുകൂലമായി സംസാരിക്കാനും പോകുന്ന വ്യുൽപ്പത്തിയും കൈവന്നു. എന്നാൽ പേരിന് ഒരു സർട്ടിഫിക്കറ്റ് പോലും നേടാൻ ഈ 12 കൊല്ലം കൊണ്ടും കവിക്ക് സാധിച്ചില്ല. 2 വർഷത്തെ പഠനം കഴിഞ്ഞ് കവിയുടെ തഞ്ചാവൂരിലെ സതീർത്ഥിൽ പലരും നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ 2 വർഷം തഞ്ചാവൂരിൽ ചെലവിട്ട ശേഷവും പരീക്ഷ എഴുതാനാകാതെ ഡിഗ്രിയും പാസ്സാവാതെ കവിയും മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. ഒന്നും നേടാതെ എങ്ങനെ നാട്ടിൽ പോകും എന്നൊരു ചിന്ത കവി മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് കവിയുടെ ജൂനിയറായിട്ട് പഠിക്കുന്ന ബാലൻ പരീക്ഷയിൽ തോറ്റ് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. കവിയുടെ സംസ്കൃതജ്ഞാനത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്ന ബാലൻ അദ്ദേഹത്തോട് ഏറെ പ്രതീക്ഷയോടെ ചോദിച്ചു, എല്ലാ ചെലവും ഞാൻ വഹിക്കാം. മേലാർക്കോട് കുറച്ചുനാൾ താമസിച്ച് എന്നെ സംസ്കൃതം പഠിപ്പിക്കണം. പ്രൈവറ്റായിട്ട് വീണ്ടും വന്ന് പഠിച്ച് ഞാൻ ശിരോമണി ക്ലാസ്സിൽ ചേരും. കവി അപ്പോൾ ഒലവക്കോട്ടെ വേലായുധൻ നായരുടെ വാക്കുകൾ ഓർത്തു. ബാലനോട് മറുപടി പറഞ്ഞു, നിനക്ക് ശിരോമണി പരീക്ഷ, എനിക്ക് പുസ്തക പരീക്ഷ, രണ്ടും നടക്കട്ടെ, ഞാൻ വരാം. പാലക്കാട് രാജവംശത്തിലെ അകന്ന താവഴിയിൽപ്പെട്ട ആളായിരുന്നു ബാലൻ. ബാലൻ്റെ പ്രേരണയാൽ കവി എന്നേക്കുമായി കാവേരിയോട് യാത്ര പറഞ്ഞിറങ്ങി പാലക്കാട് അണിഞ്ഞു. താമരപ്പൂ നിറഞ്ഞ പെരുങ്കുളം, പച്ചപ്പാടം, മരതക കുന്ന്, കരിമ്പനത്തോപ്പ്, തേന്മാവ് പൊതിഞ്ഞ മേലാർക്കോട്,
കല്ലമ്പാട്ട് വീടിൻ്റെ പത്തായപ്പുരയിൽ ഒരു കൊല്ലം, മുറ്റത്ത് മുരിങ്ങപ്പൂമണം വാരി വിതറുന്ന തെന്മലക്കാറ്റ്, വലിയ നാടൻ മാവിൽ കൂടുകൂട്ടിയ കിളികൾ, സ്ഥിരം മേൽവിലാസമില്ലാത്ത കുയിൽ എന്ന് കവിയുടെ കാൽപ്പാടുകളിൽ കുഞ്ഞിരാമൻ നായർ എഴുതി. പാലക്കാട് ചിറ്റിലഞ്ചേരിയിലെ ബാലന്റെ കല്ലമ്പാട്ട് തറവാട്ടിലെ പടിപ്പുര വീട് കവിയുടെ എഴുത്തുമുറിയായി. എഴുതാനും മനോരാജ്യം കാണാനും ചുറ്റി സഞ്ചരിക്കാനുമുള്ള പരമമായ സ്വാതന്ത്ര്യം കവി കണ്ണും മനസ്സും തുറന്നു വച്ചു. സതീർത്ഥ്യർ രണ്ടുപേരും ഒഴിവു സമയങ്ങളിൽ പാലക്കാടൻ പ്രകൃതിയുടെ മനോഹര തീരങ്ങളിലേക്ക് യാത്ര ചെയ്തു. കവി ബാലന് സംസ്കൃത പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം അവർ ഒന്നിച്ച് പാലക്കാടൻ വേലയും പൂരവും കണ്ടു നടന്നു. അക്കാലത്തിറങ്ങിയ സിനിമകൾ പലതും അവർ കൊട്ടകകളിൽ ചെന്നിരുന്ന് കണ്ടു. എന്നാൽ ആശയാദർശങ്ങളും കാവ്യസ്വപ്നങ്ങളുമല്ലാതെ ഭൗതിക ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം ഒന്നും തന്നെ കവിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ആകെ കൂടി അറിയാവുന്ന ജോലി കവിത എഴുത്താണ്, പിന്നെ പുസ്തകമെഴുത്തും. അത് അധികം തുടർന്നുപോയി. അതിനിടയിൽ ഒരു ദിവസം കവി പ്രസാധകനായിട്ടുള്ള വേലായുധൻ നായരെ കാണാൻ ഒലവക്കോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രീരാമകൃഷ്ണോദയം പ്രസിൽ ചെന്നു. അടുത്ത അധ്യയന വർഷത്തേക്ക് സ്കൂളിൽ പാഠപുസ്തകമാക്കാൻ പറ്റിയ നല്ലൊരു ഗദ്യ പുസ്തകമാണ് നായർക്ക് വേണ്ടത്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന തെളിഞ്ഞ മലയാളത്തിലുള്ള ഒരു പുസ്തകം. പുതിയ ഗദ്യഭാഷയാകണം, തരാമോ എന്ന് വേലായുധൻ നായർ. തരാമെന്ന് കവി. ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണിയായിരുന്നു കവിയുടെ മനസ്സിൽ. കല്ലമ്പാട്ട് തറവാട്ടിലെ പടിപ്പുര മാളികയിലെ കമ്പിറാന്തൽ അന്ന് രാത്രികളിൽ കവിക്ക് എഴുതാനുള്ള വെട്ടം കാട്ടിക്കൊടുത്തു. എഴുതിയ പുസ്തകത്തിന് അദ്ദേഹം ചാരിത്രരക്ഷ എന്ന് പേരിട്ടു. വേലായുധൻ നായർ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. കവിക്ക് 100 രൂപ പ്രതിഫലവും നൽകി. കവി പ്രസാധകരിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആദ്യത്തെ കൈനീട്ടമായിരുന്നു അത്. സഹൃദയ കേരളം ആ കൃതിയുടെ പേരിൽ PA അഭിനന്ദിച്ചു. ഇതിൻ്റെയെല്ലാം ഫലമായി മലബാറിലെ സ്കൂളുകളിൽ 10ാം ക്ലാസ്സിൽ അത് പാഠപുസ്തകമായി. അതുവഴി ആ പുസ്തകത്തിൻ്റെ 10,000-കണക്കിന് കോപ്പികൾ അന്ന് വിറ്റുപോയി. വെറും 100 രൂപ പ്രതിഫലത്തിന് പകർപ്പവകാശം പ്രസാധകന് കൊടുത്തിരുന്നതുകൊണ്ട് കവിക്ക് സാമ്പത്തികമായി നേട്ടമൊന്നും ഉണ്ടായില്ല. ചാരിത്രരക്ഷ എഴുതി കൊടുത്ത ശേഷവും ശ്രീരാമകൃഷ്ണോദയം പ്രസിൽ പ്രൂഫ് നോക്കാനും മറ്റുമായി സഹായിച്ചുകൊണ്ട് കവി പാലക്കാട്ട് തന്നെ തങ്ങി. അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത അദ്ദേഹം കാണുന്നു. ബന്ധുവായിട്ടുള്ള വിദ്വാൻ P. കേളുനായർ ആത്മാഹുതി ചെയ്തിരിക്കുന്നു. ഈ വാർത്ത വായിച്ച് ഞെട്ടിയ കവി ഉടനെ പാലക്കാട്ട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് മടങ്ങി. അവിടെ പിന്നീട് കുറച്ചു കാലം തങ്ങി. കുറെ കാലത്തിന് ശേഷമാണ് കുഞ്ഞിരാമൻ നാട്ടിൽ വരുന്നത്. അച്ഛനെയും അമ്മയെയും കണ്ടു. അധികം വർത്തമാനമൊന്നും അവർ പറഞ്ഞില്ല. ഗ്രാമസേവാ സമിതിയിലെ ആളുകളെ കണ്ടു. അവർ ഒരു നിരത്തുണ്ടാക്കാനുള്ള ഉത്സാഹത്തിലാണ്. കവിയും ഉത്സാഹിച്ച് അവരോടൊപ്പം ചേർന്നു. എഴുത്തുപണി വിട്ട് ഇപ്പോൾ നിരത്തുപണിയായി അല്ലേ എന്ന് അപ്പോൾ യാദൃച്ഛികമായി ആ വഴിക്ക് വന്ന് അച്ഛൻ ചോദിച്ചു. മകൻ കുഞ്ഞിരാമൻ ഒരിക്കലും വിരിച്ചെടുത്ത് കിടക്കില്ല എന്ന് അച്ഛന് അതിനകം തന്നെ പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും കുഞ്ഞിരാമൻ്റെ തലതിരിഞ്ഞ പോക്കിൽ നിന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ സ്നേഹനിധിയായിട്ടുള്ള അച്ഛൻ ശ്രമിക്കാതിരുന്നില്ല. മകനോട് അദ്ദേഹം തൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. എൻ്റെ മരുമകൾ ജാനകി നിനക്ക് ചേരും, തറവാട്ടിന് ഇണങ്ങും. എല്ലാവരും അത് അംഗീകരിച്ചു. കവിയും അതിന് മൗനം സമ്മതം എന്ന മട്ടിൽ നിന്നു. ഒറ്റത്തടിയായി നാട് ചുറ്റി നടന്ന മകൻ ഒടുവിൽ കല്യാണത്തിന് സമ്മതിച്ചത് അമ്മ കുഞ്ഞമ്മയ്ക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് തന്നെ അവർ മകനോട് ചോദിച്ചു, പെണ്ണിന് കല്യാണത്തിനണിയാൻ ആഭരണങ്ങൾ വേണം, നിന്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ല എന്ന് കവി. എന്നാൽ ഞാൻ പണം തരും, നീ അത് വാങ്ങണമെന്നും പറഞ്ഞ് കുഞ്ഞമ്മയമ്മ 500 രൂപ കുഞ്ഞിരാമൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അന്ന് 500 രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. പണ്ടം വാങ്ങാനെന്നും പറഞ്ഞ് പണവും കീശയിലിട്ട് തീവണ്ടിയിൽ കയറിയ കവി അധികം വൈകാതെ മനോരാജ്യങ്ങളിൽ മുഴുകി. വണ്ടി കണ്ണൂരും കോഴിക്കോടും താണ്ടി തെക്കോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. അമ്മയുടെ വാക്കും ആഭരണങ്ങൾ വാങ്ങുന്ന കാര്യവും ഒന്നും അപ്പോൾ അയാളുടെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. അമ്മയും അച്ഛനും ചേർന്നുറപ്പിച്ച കല്യാണക്കാര്യവും ഭർത്താവായി തന്നെ മനസ്സാവരിച്ച് കാത്തിരിക്കുന്ന മുറപ്പെണ്ണിൻ്റെ കാര്യവുമൊക്കെ അപ്പോഴേക്കും കവി മറന്നു കഴിഞ്ഞിരുന്നു. കവിയുടെ മനസ്സിലാകെയും പാലക്കാട്ടെ നീലമലകളായിരുന്നു. കല്യാണപ്പെണ്ണിൻ്റെ തളിരിളം കൈകളേക്കാൾ കതിരിട്ടു നിൽക്കുന്ന പാലക്കാട്ടെ പച്ചവയലുകൾ കവിയെ മാടി വിളിച്ചു. കരിമ്പനകൾ അടയാളവാക്യം കാട്ടി തിരിച്ചു വിളിച്ചു. കവി മനസ്സിൽ പ്രകൃതി പൂത്തുലഞ്ഞു. പതഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ താണ്ടി ഒരു വണ്ടി കിഴക്ക് ദിക്കിലേക്ക് പാഞ്ഞുപോയി. ലക്കിടി ഒറ്റപ്പാലം പിന്നിട്ട വണ്ടി പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിലെത്തിയപ്പോൾ നിന്നു. കവി അവിടെ ഇറങ്ങി. പാലക്കാട്ടെ ശ്രീരാമകൃഷ്ണോദയം പ്രസിൽ കവി കുറച്ചു കാലം കൂടി ജോലി തുടർന്നു. അക്ഷരത്തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തുന്ന ജോലിയായിരുന്നു. സ്വന്തം ജീവിതത്തിൻ്റെ തെറ്റുതിരുത്താൻ അറിയാതെ പോയ കവി കടലാസിൽ കണ്ട അക്ഷരത്തെറ്റുകൾ ഒന്നൊന്നായി തിരഞ്ഞുപിടിച്ച് കണിശതയോടെ തിരുത്തിക്കൊണ്ടിരുന്നു. അതിനിടയിൽ കവിക്ക് ഒറ്റപ്പാലം അകത്തേത്തറ ശബരി ആശ്രമത്തിൽ അധ്യാപകനാകാൻ ക്ഷണം കിട്ടി. വിശ്വഭാരതി മാതൃകയിൽ ഒരു ഗുരുകുലം. കവി അവിടെ ചെന്ന് ചേർന്നെങ്കിലും ഗുരുകുലത്തിലെ ചിട്ടവട്ടങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കവിയെ പിന്നീട് നമ്മൾ കാണുന്നത് തൃശ്ശൂരിലാണ്. ഭാരതവിലാസം പ്രസിനു വേണ്ടി പുസ്തകങ്ങൾ എഴുതി കൊടുക്കലായിരുന്നു ആദ്യം ചെയ്ത പണി. ബംഗാളി നാടകകൃത്ത് ദ്വിജേന്ദ്രലാൽ റോയിയുടെ 10ഓളം നാടകങ്ങൾ ഇക്കാലത്ത് കവി വിവർത്തനം ചെയ്യുന്നുണ്ട്. ധാരാളമായി കവിതകളും എഴുതി. ജി ശങ്കരക്കുറുപ്പ്, ജോസഫ് മുണ്ടശ്ശേരി, KK രാജ തുടങ്ങി സാഹിത്യരംഗത്ത് അന്ന് പേരുകെട്ട പല പ്രതിഭകളുമായിട്ട് കവി സൗഹൃദം സ്ഥാപിക്കുന്നതും ഇക്കാലത്താണ്. ഇക്കാലത്ത് തന്നെ തൻ്റെ ആദ്യ പ്രണയിനെ സ്വന്തമാക്കണമെന്ന വികാരവും കവിയിൽ ഉൾക്കടമാകുന്നു. അങ്ങനെ കുഞ്ഞലക്ഷ്മിയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെയും ഭർത്താവ് എരോമനുണ്ണിയുടെയും സഹായത്തോടെ കവിയുടെ ഭാഷയിലെ ആദ്യത്തെ കല്യാണമില്ലാത്ത കല്യാണം നടക്കുന്നു. തൃശ്ശൂരിൽ കഴിയുകയായിരുന്ന കവിയെ എരോമനുണ്ണി തപ്പിപ്പിടിച്ചു എന്ന് കുഞ്ഞലക്ഷ്മിയുമായിട്ടുള്ള പ്രണയ സമാഗമങ്ങൾക്ക് അവസരമൊരുക്കുകയായിരുന്നു.
ഒറ്റപ്പാലത്തെ എരോമൻ്റെ വീട് അവരുടെ സംഗമവേദിയായി. അതിനിടെ പട്ടാമ്പിയിൽ നിന്ന് കുഞ്ഞുലക്ഷ്മിയുമായി ഒറ്റപ്പാലത്തേക്ക് ഒളിച്ചോടാനുള്ള ഒരു അന്തർനാടകവും എരോമനുണ്ണി ആസൂത്രണം ചെയ്തു. ഒളിച്ചോട്ടത്തിനും വിവാഹത്തിനുമുള്ള ചെലവിലേക്കായി 500 രൂപ അയാൾ കൈപ്പറ്റുകയും ചെയ്തു. അങ്ങനെ 1931 ഡിസംബറിൽ ഒറ്റപ്പാലത്ത് വെച്ച് കവിയുടെ ആദ്യത്തെ വിവാഹം നടന്നു. വിവാഹശേഷമുള്ള കുറേ കാലം കവിയും കുഞ്ഞുലക്ഷ്മിയും ഒറ്റപ്പാലത്ത് എരോമനുണ്ണിയുടെ കൂടെയാണ് താമസിക്കുന്നത്. കവി എന്നും രാത്രി വണ്ടിക്ക് പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തെത്തി ഭാര്യയെ കാണുമായിരുന്നു. എന്നാൽ പുസ്തകം എഴുത്തുകൊണ്ടുള്ള വരുമാനം കുറഞ്ഞതോടെ എരോമനുണ്ണി ദുർമുഖം കാണിച്ചു. കവിക്ക് അവിടുത്തെ പൊറുതി അസാധ്യമാവുകയും ചെയ്തു. ഒരു പ്രഭാതത്തിൽ കയ്യിൽ കാൽ പൈസയില്ലാതെ കവി ഭാര്യ കുഞ്ഞുലക്ഷ്മിയെയും കൂട്ടി ജീവിതത്തിന് അറ്റം കാണാ പെരുവഴിയിലേക്ക് ഇറങ്ങി നടന്നു. യാത്രയപ്പിന് ആരുമില്ല. തൃശ്ശൂർ വന്ന് ഒറ്റപ്പാലത്തേക്ക് എതിരേറ്റു കൊണ്ടുപോയ എരോമനുണ്ണിയില്ല, അയാളുടെ ഭാര്യയില്ല. അവരൊക്കെയും ശത്രുക്കളായി കഴിഞ്ഞു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ അന്ന് വണ്ടി കാത്തിരിക്കുമ്പോൾ കവിയുടെ പക്കൽ അത്യാവശ്യത്തിനുള്ള പണം പോലുമില്ല. കൂടെ നവവധു, അവൾ ഓരം ചേർന്നിരിക്കുന്നു. 1.5 മുണ്ട്, ബ്ലൗസ്, മേൽമുണ്ട്, സാരിയില്ല, തനി നാടൻ മലയാളി വേഷം. മങ്ങിയ വെളിച്ചത്തിൽ അയാൾ അവളുടെ മുഖത്ത് നോക്കി. കണ്ണിൽ വെള്ളം. പുന്നശ്ശേരി കോളേജ്, പണം പലിശയ്ക്ക് കൊടുക്കുന്ന മൂസത് മാസ്റ്റർ, വീട്ടുകാർ, കൂട്ടുകാർ, മുങ്ങിക്കുളിക്കുന്ന കുളം, കുളിച്ചു തൊഴുന്ന അമ്പലം, കൂടെ കഴിയുന്ന പുസ്തകങ്ങൾ എല്ലാം വിട്ട് പ്രേമത്തിൽ കുടുങ്ങി കാശില്ലാത്തവൻ്റെ കൂടെ ഇറങ്ങി തെറ്റുപറ്റിയല്ലേ എന്ന് കവി അവളോട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല, നെടുവീർപ്പിട്ടു. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും പോവും. നിന്നെപ്പോലെ 100 കണക്കിന് പെൺപിള്ളേർ വരും പോകും. ആന്തരമായി ഒരാളെ മാത്രം ഞാൻ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. അവൾ ഏതു നടുക്കടലിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് വീണ്ടും കവിയുടെ ആത്മകഥം. ആരാണത് എന്ന് മറു ചോദ്യം. സ്ഥിരം ഭാര്യ, എൻ്റെ പ്രിയതമ എന്ന് കവി. ഭാര്യയോ, ഏതു ഭാര്യ എന്ന് കുഞ്ഞുലക്ഷ്മി. കണ്ണുനീര് പറ്റാത്ത ഭാര്യ, മഷി പറ്റാത്ത പേന. കൂട്ടിന് വരുന്ന പെണ്ണുങ്ങൾ ചതിക്കും, എന്നാൽ അവൾ പേന ചതിക്കില്ല എന്ന് കവി തുടർന്നു. നീണ്ട ഭാവി ജീവിതത്തിൽ നമ്മൾ ഒപ്പം നടന്നു വരാം, എന്നാൽ യാത്രയ്ക്ക് മുമ്പ് ആളെ തിരിച്ചറിയണം. എന്തു പറയുന്നു എന്ന് കവി. ആളെ അറിഞ്ഞ് കൂടെ നടക്കാം എന്ന് കുഞ്ഞുലക്ഷ്മി. ജീവിതാവസാനം വരെയും അവർ ആളെ അറിഞ്ഞ് കവിയുടെ കൂടെ നടന്നു. കുത്തുന്ന ഇരുട്ടത്തും വിശ്വസിച്ച് കൈപിടിച്ച് കവിയുടെ കൂടെ നടന്ന കുഞ്ഞുലക്ഷ്മിയുടെ പാദവും മനസ്സും ഒരുപോലെ മുറിഞ്ഞു. ദാരിദ്ര്യവും പീഡനവും ഔമതിയും അവർ ഏറ്റുവാങ്ങി. കവിയോട് പക്ഷെ ഒന്നും ചോദിച്ചില്ല. അറിഞ്ഞു നൽകിയത് അമൃതായി അവർ സ്വീകരിച്ചു. ഒറ്റപ്പാലത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കവി തനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു. ചുമട്ടുതൊഴിലാളിയായ സെയ്തലവി. കവിയുടെ വേദന അറിഞ്ഞ സെയ്തലവി സന്തോഷത്തോടെ കയ്യിൽ 100 രൂപ വെച്ച് കൊടുത്തു. നവദമ്പതികൾ അന്ന് വണ്ടി കയറി പാലക്കാട്ട് ചെന്നിറങ്ങി പാലക്കാട് നഗരത്തെ ഒരു കുടുസുമുറിയിൽ താമസമാക്കി. പാങ്കുണ്ണി നായരുടെ വീടിനോട് ചേർന്നുള്ള ഒരു ചായ്പ് മുറി. എരുമചാണകത്തിന്റെ ചൂരുള്ള അന്തരീക്ഷം അവരുടെ മധുവിധുവിന് പശ്ചാത്തലമൊരുക്കി. പിന്നീടുള്ള കുറേ കാലം കവി പാലക്കാട്ടും ഒലവക്കോട്ടും മറ്റുമായി കവിത എഴുതിയും മറ്റു പ്രസ്സുകളിൽ പ്രൂഫ് നോക്കിയും ജീവിതവൃത്തി കഴിച്ചു. ഒപ്പം പ്രസാധകരുടെ ആവശ്യത്തിനനുസരിച്ച് സ്കൂൾ കോളേജ് പാഠപുസ്തകങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രചനകളും നടത്തി. പാലക്കാടൻ ജീവിതത്തിനിടയിൽ കവിക്ക് താങ്ങും തണലുമായി നിന്നത് സഹൃദയനും ഗാന്ധിയനുമായ ദാമോദരൻ വക്കീലായിരുന്നു. വക്കീലിന്റെ സഹായത്തോടെ കവി KS നായരുടെ പ്രഭാതം മാസികയുടെ സഹപത്രാധിപരായി. 1933-34 കാലം ഗദ്യമെഴുത്തിന്റെ വസന്തകാലമായിരുന്നു. പാലക്കാട് എഡ്യൂക്കേഷൻ സപ്ലൈസ് ഉടമ സ്വാമിക്ക് വേണ്ടി അക്കാലത്ത് 5ഓളം ഗദ്യപുസ്തകങ്ങൾ കവി എഴുതി. ഇതിൽ ചന്ദ്രമണ്ഡലം എന്ന കൃതി ഡിഗ്രിക്ക് പാഠപുസ്തകമാവുകയും ചെയ്തു. ചെറിയ തുക അഡ്വാൻസ് വാങ്ങി കവി പ്രസാധകർക്ക് വേണ്ടി രാവും പകലും തുടർച്ചയായി എഴുതി. 200-300 പേജുള്ള പുസ്തകങ്ങൾ എഴുതിക്കൂട്ടി. അവർ കവിക്ക് പക്ഷേ തുച്ഛമായ പ്രതിഫലം മാത്രം നൽകി. കവിയാകട്ടെ അത് വാങ്ങി ഓരോ പുസ്തകത്തിനെയും പകർപ്പവകാശം മൊത്തമായി പ്രസാധകർക്ക് തീരെഴുതി. പുസ്തകങ്ങളുടെ 1000കണക്കിന് കോപ്പികൾ വിറ്റ് പ്രസാധകർ കൊഴുത്തു. കവിക്കാണെങ്കിൽ നക്കാപ്പിച്ച മാത്രം. കവി നിത്യദരിദ്രൻ. പുസ്തകങ്ങൾ വിറ്റ പ്രസാധകരാകട്ടെ അതിസമ്പന്നരായിട്ട് മാറി. കടക്കിണിയിൽ കുടുങ്ങി നാമമാത്രമായ പ്രതിഫലത്തിന് പ്രസാധകർക്ക് തന്റെ രചനകൾ വിറ്റ റഷ്യൻ നോവലിസ്റ്റ് ഫൈദോർ ദസ്തേവ്സ്കിയെ പോലെ ആയിരുന്നു കുഞ്ഞിരാമൻ നായരും. പ്രസാധകൻ, ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, കശാപ്പുകാരൻ. പ്രസിദ്ധീകരണശാല കശാപ്പ് കടയാണ്. അവന് കവിത വേണ്ട, പശു വേണ്ട, ഇറച്ചിപ്പൊതി വേണം. കാശ് കാശ്, അതിലാണ് അവൻ്റെ കവിതാരസം. പച്ച നോട്ട്, അതാണ് അവൻ്റെ ചിത്രശാല എന്ന് പ്രസാധകരാൽ എല്ലാ കാലത്തും താൻ വഞ്ചിക്കപ്പെട്ടതിനെക്കുറിച്ച് ആത്മനിന്ദയോടെ കവി ആത്മകഥയിൽ എഴുതി. അതിനിടയിൽ പാലക്കാട് ഡോക്ടർ രാഘവന്റെ ആശുപത്രിയിൽ കുഞ്ഞുലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുമാരനാശാന്റെ കാവ്യത്തിന്റെ ഓർമ്മയ്ക്കായി കവി തന്റെ കന്നിപുത്രിക്ക് ലീല എന്ന് പേരിട്ടു. കുഞ്ഞിനെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ ഒന്ന് മുകർന്ന് തിരിച്ചു കൊടുത്ത് കവി പറഞ്ഞു, പറവക്കുഞ്ഞിനോട്, മുല്ലമൊട്ടിനോട്, നക്ഷത്രത്തോട് തോന്നുന്നതിൽ കവിഞ്ഞൊന്നും നിന്റെ കുട്ടിയോട് തോന്നുന്നില്ല. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ കുട്ടികൾ അതെല്ലാം നിന്റെ കുട്ടികൾ. നീ നോക്കി വളർത്തിക്കൊള്ളണം. കുട്ടികളെ കളിപ്പിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. അസ്തമിക്കും മുമ്പ് എനിക്ക് പുറപ്പെട്ട നാട് പിടിക്കണം. ആ കൽപ്പനയും കുഞ്ഞുലക്ഷ്മി അമ്മ അക്ഷരം പ്രതി അനുസരിച്ചു. കുഞ്ഞിനെ നോക്കാനുള്ള സൗകര്യത്തിന് കവി കുഞ്ഞുലക്ഷ്മിയെ പട്ടാമ്പിയിൽ അമ്മയ്ക്കൊപ്പം താമസിപ്പിച്ചു. ഗുരുനാഥൻ പുന്നശ്ശേരി നമ്പി തൊട്ടപ്പുറത്താണ് താമസം. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി കവി രാത്രി ഏറെ വൈകി മാത്രം എത്തിച്ചേരുകയും പുലരുന്നതിന് മുമ്പ് തന്നെ സ്ഥലം കാലിയാക്കുകയും ചെയ്തു പോന്നു. ഒളിച്ചുകളികൾക്കിടയിൽ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഒരു ദിവസം കുഞ്ഞുലക്ഷ്മി ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക്, പൊന്മളയിലേക്ക് പോകാം. എനിക്ക് കുഞ്ഞിനെ നോക്കാനും അങ്ങേക്ക് കവിത എഴുതാനും അവിടെയാണ് നല്ലത്.
അങ്ങനെ അവർ സകുടുംബം പൊന്മളയിലേക്ക് താമസം മാറ്റി. തൻ്റെ ഭാര്യ ജനിച്ചു വളർന്ന നാടും വീടുമെല്ലാം കവി അന്ന് ആദ്യമായിട്ട് കാണുകയായിരുന്നു. പാലക്കാട്ടെ താമസം മതിയാക്കി നീണ്ട മാസങ്ങൾ, കൊല്ലങ്ങൾ ഇഞ്ചിയുടെ, മഞ്ഞളിൻ്റെ, കുരുമുളകിൻ്റെ നാട്ടിൽ കഴിഞ്ഞുവെന്ന് അതേപ്പറ്റി പിന്നീട് കവി എഴുതി. മുത്തശ്ശി വേരക്കുട്ടിയെ കൊഞ്ചിക്കുന്നതും കളിപ്പിക്കുന്നതും കണ്ട് ആസ്വദിച്ചുകൊണ്ട് കവി കുറച്ചുകാലം പിന്നെ അവിടെ പാർത്തു. എന്നാൽ ആ സന്തോഷവും അധികനാൾ നീണ്ടു നിന്നില്ല. പാലക്കാട്ടും തൃശ്ശൂരും കഴിഞ്ഞിരുന്നപ്പോൾ പ്രസ് ജോലി വഴിക്കുള്ള വരുമാനം കവിക്കുണ്ടായിരുന്നു. പൊന്മളയിലെത്തിയതോടെ അതെല്ലാം മുടങ്ങി. കയ്യിൽ പണമില്ലാതെ കവി വല്ലാതെ വലഞ്ഞു. പറമ്പിൽ ആടിക്കൊണ്ടിരുന്ന കവിങ്ങിൻ തലപ്പുകൾ പോലെ കവിയുടെ മനസ്സും ചാഞ്ചല്യപ്പെട്ടു. സാമ്പത്തിക പരാധീനതകൾ അലട്ടി തുടങ്ങിയപ്പോൾ കവി വീണ്ടും വീട് വിട്ടിറങ്ങി. ഇക്കുറി ഭാഗ്യാന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് കോഴിക്കോട്ടായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹം പല പ്രസാധകരെയും കണ്ടു. എല്ലാവർക്കും വേണ്ടിയിരുന്നത് പാഠപുസ്തകമാക്കാൻ പറ്റിയ ഗദ്യകൃതികൾ തന്നെയായിരുന്നു. PK ബ്രദേഴ്സുമായിട്ടുള്ള കവിയുടെ ബന്ധം തുടങ്ങുന്നത് ഇക്കാലത്താണ്. ഒരൊറ്റ രാത്രി കൊണ്ട് കവി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എഴുതിയ ഉദയരാഗം എന്ന് പേരിട്ട പ്രബന്ധ സമാഹാരമാണ് PK ബ്രദേഴ്സ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. പ്രസാധകരുടെ ചൂഷണം കവിയുടെ നേർക്ക് കോഴിക്കോട്ട് വെച്ചും തുടർന്നു. വെറും 50 രൂപ പ്രതിഫലം വാങ്ങിയാണ് ഉദയരാഗത്തിൻ്റെ പകർപ്പവകാശം കവി പ്രസാധകന് കൈമാറിയത്. തുച്ഛമായ പ്രതിഫലം മാത്രം പറ്റിക്കൊണ്ട് കവി തുടർന്നും രാവും പകലും ഇരുന്ന് പുസ്തകരചന തുറന്നു. കോഴിക്കോട്ടെ മോഡേൺ ഹോട്ടലിൻ്റെ വരാന്തയിൽ താമസിച്ചുകൊണ്ട് 8 ദിവസം കൊണ്ട് എഴുതി തീർന്ന ശ്രീരാമചരിതം എന്ന കാവ്യമാണ് കുഞ്ഞിരാമൻ നായരുടെ ആദ്യത്തെ പദ്യകൃതി. 6 സർഗ്ഗങ്ങളിൽ ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെ വർണ്ണിക്കുന്ന ആ മനോഹര കാവ്യത്തിന് 1933 അച്ചടിമഷി പുരണ്ടപ്പോൾ ലഭിച്ച പ്രതിഫലം കേവലം 100 രൂപയാണ്. അതിനിടെ മനസ്സിൽ തോന്നിയ ചെറു കവിതകൾ കൂടി കവി കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മലയാള സാഹിത്യത്തിന്റെ മുഖശ്രീയായിട്ട് ശോഭിച്ചിരുന്ന കാലമാണ്. ആഴ്ചപ്പതിപ്പിന്റെ ആദ്യത്തെ എഡിറ്റർ CH കുഞ്ഞപ്പയായിരുന്നു അന്ന് ഭരണം. അന്ന് കവി ആഴ്ചപ്പതിപ്പിലേക്ക് പ്രസിദ്ധീകരണത്തിന് അയച്ച കവിതകൾ ഒന്നും തന്നെ എന്തുകൊണ്ടോ അച്ചടി മഷി പുരണ്ടു വന്നില്ല. കവി നിരാശനായി. മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്ക് കവിത കൊടുത്തു നോക്കിക്കൂടെ എന്ന് പലരും അന്ന് കവിയോട് ചോദിച്ചു. മഴപ്പാറ്റ പോലെയുള്ള വാരികകളിൽ കവിത അച്ചടിച്ച് വരാതിരിക്കുന്നതാണ് വളർന്നു വരുന്ന ചില കവികൾക്ക് രക്ഷ എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. കോഴിക്കോട് തീവണ്ടി ആപ്പീസിൽ വണ്ടി ഇറങ്ങി പ്രസാധകരെ തേടി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്ക് മാതൃഭൂമിയിൽ കയറി CH കുഞ്ഞപ്പയെ കണ്ട് കാര്യം പറഞ്ഞാലോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ ചെയ്തില്ല. പകരം കടപ്പുറത്ത് തിരകൾ എണ്ണി പകൽ ചെലവിട്ടു. കടൽ പറഞ്ഞു, കാത്തിരിക്കൂ, നിന്റെ കവിതകൾ തേടി ആഴ്ചപ്പതിപ്പ് വരുന്ന ദിവസം വരും, അതുവരെ കാത്തിരിക്കൂ. അതുതന്നെ ശരിയെന്ന് കവിക്കും തോന്നി. കവിത ചോദിച്ച് ഇങ്ങോട്ടേക്ക് കത്തയക്കും വരെ ഇനി ഞാൻ മാതൃഭൂമിക്ക് കവിത അയച്ചു കൊടുക്കില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷെ പകരം മറ്റൊരു പണി ഒപ്പിച്ചു. പൊന്മളയിൽ ചെന്ന് വാശിയോടെ കുഞ്ഞുലക്ഷ്മിയോട് പറഞ്ഞു, നീ ഗദ്യം എഴുതണം, ഞാൻ പറഞ്ഞു തരാം, തിരുത്തി തരാം. അങ്ങനെ കവി പറഞ്ഞത് കേട്ട് കുഞ്ഞുലക്ഷ്മി പകർത്തി എഴുതി. ഒരാഴ്ച കൊണ്ട് 5 ലേഖനങ്ങൾ അയച്ചു കൊടുക്കാൻ നേരത്ത് കവി പറഞ്ഞു, ഒരു ഭാഗ്യക്കുറി നറുക്കാണിത്, ഗ്രഹപ്പിഴ മൂത്ത എൻ്റെ പേര് നമുക്ക് വേണ്ട, നിന്റെ പേരിൽ നറുക്ക് ചേരാം. ഈ ലേഖനങ്ങൾ ഒന്നൊന്നായി കുഞ്ഞുലക്ഷ്മിയുടെ പേര് വെച്ച് കവി മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഓരോന്നായിട്ട് വരും ആഴ്ചകളിൽ അച്ചടിച്ച് വരികയും ചെയ്തു. ഇതെഴുതിയത് കുഞ്ഞുലക്ഷ്മിയല്ല, കുഞ്ഞിരാമൻ നായരാണ് എന്ന് വായനക്കാരിൽ ആരോ സംശയം പറഞ്ഞു. മാതൃഭൂമി ആ വിവരം പൊന്മളയ്ക്ക് കത്തെഴുതി ചോദിക്കുകയും ചെയ്തു. അതിന് കവി മറുപടി എഴുതി. എഴുത്ത് കുഞ്ഞുലക്ഷ്മിയുടേത് തന്നെ. അതിനുശേഷം മാതൃഭൂമിയിൽ നിന്ന് കുഞ്ഞുലക്ഷ്മിയുടെ പേർക്ക് ആദ്യമായി ഒരു മണി ഓർഡർ വന്നു. പിന്നാലെ വിശേഷൽ പതിപ്പിലേക്ക് ലേഖനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു എഴുത്തു കൂടിയെത്തി. പിന്നെയും കുറച്ചു കാലം കവി കുഞ്ഞുലക്ഷ്മിയുടെ പേരിൽ മാതൃഭൂമിയിൽ ലേഖനങ്ങൾ എഴുതി. അതേസമയം തൻ്റെ കവിത ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വരുന്നൊരു ദിനവും കവി കാത്തുകാത്തിരുന്നു. ഓട്ടക്കൈയായിരുന്നു മഹാകവിയുടേത്. പണം കൈവന്നാൽ ചോർന്നു പോകും. പുസ്തകങ്ങൾ ധാരാളമായി എഴുതിയപ്പോൾ കൈവന്ന പണം കരുതി വെക്കാൻ കവിക്ക് അറിയുമായിരുന്നില്ല. പണം പൊടിപടിക്കാൻ പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. ഉള്ളപ്പോൾ ആർക്കും വാരിക്കോരി കൊടുക്കും, ഇല്ലാത്തപ്പോൾ ആരുടെ മുന്നിലും കൈനീട്ടും. കുടിക്കും തോറും കവിക്ക് ദാഹം കൂടി, ഉണ്ണും തോറും വിശപ്പേറി. പുസ്തകങ്ങളുടെ കോപ്പിറൈറ്റ് വിറ്റ കാശ് വരുംതോറും ദാരിദ്ര്യം കൊഞ്ഞനം കാട്ടി. പല്ലിളിച്ചു. കവിയുടെ കാൽപ്പാടുകളുടെ അവസാനത്തിൽ കവി തൻ്റെ ജാതകം വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പണിക്കരെ മുഖസ്തുതിയും പെയിൻ്റടിയും ഒന്നും വേണ്ട, കുറ്റങ്ങൾ വെട്ടി തുറന്ന് പറയണമെന്ന് കവി ജ്യോതിഷിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന മറുപടി ഇങ്ങനെയാണ്. തിരുവോണം നക്ഷത്രം, ചിങ്ങലഗ്നം, 4 ശുക്രൻ, പരയുവതീരഥൻ, സ്ത്രീകൾ കാരണം സർവസ്വവും നശിച്ചവൻ, കുലപാംസനൻ എന്നൊക്കെയാണ് പ്രമാണം. ചരരാശിയിൽ ജനനം, എന്നും ദേശാടനം, കിടക്കാൻ സുഖമായ ആഹാരം കഴിക്കാൻ തരപ്പെടില്ല, സ്വന്തം നാടുണ്ടാവില്ല, സ്വന്തം വീടുണ്ടാവില്ല, ജീവിതാവസാനം വരെയും എഴുത്തുജോലി ഉണ്ടാകും, പക്ഷേ കൂലിയില്ലാത്ത ചുവടേറ്റിലാകും ആ എഴുത്തുജോലി. എന്നും പണിയുണ്ടാകും, പക്ഷേ പണമുണ്ടാവില്ല, ഉണ്ടെങ്കിൽ അർഹിക്കുന്നതിൻ്റെ 10-1 കൈക്കൂടൂ. ജാതകവശാൽ തന്നെ ദാരിദ്ര്യമായിരുന്നു കവിയുടെ നിയോഗം എന്ന് സാരം. പൊന്മളയിലെ ഈ വിഷമകാലത്ത് കവിയുടെ മനസ്സ് കാഞ്ഞങ്ങാട്ടേക്ക് പലവരും തിരിഞ്ഞു നോക്കി. ഒന്ന് വീട്ടിൽ പോയി വരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഒടുവിൽ കാഞ്ഞങ്ങാട്ടേക്ക് വണ്ടി കയറി. കല്യാണത്തിന് ആഭരണം വാങ്ങാനെന്ന പേരിൽ 2 വർഷം മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അതേ വഴികളിലൂടെ കവി വീട്ടിലേക്ക് തിരികെ നടന്നു. എല്ലാമായ അമ്മ മകനെ കണ്ടപ്പോൾ വേദനയോടെ പരിഭവം പറഞ്ഞു. പിന്നീടുള്ള കുറച്ച് ദിവസം കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട്ട് തങ്ങി. അമ്മയോട് മകൻ അതുവരെയുള്ള വിശേഷങ്ങളെല്ലാം പറഞ്ഞു. മകൻ്റെ വാക്ക് കേട്ടെന്നും മനസ്സലിഞ്ഞിട്ടുള്ള അമ്മ അന്ന് അയാൾ പറഞ്ഞൊരു ആഗ്രഹം അച്ഛൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. മകൻ ആഗ്രഹിച്ചതിലും അധികമായി നൽകാൻ സന്നദ്ധനായി നിന്ന ആ അച്ഛൻ മകനോട് പറഞ്ഞു,
തുച്ഛമായ പ്രതിഫലം പറ്റി എഴുതിയ പുസ്തകങ്ങൾ വിറ്റഴിച്ച് പ്രസാധകർ 10,000 കൊയ്യുന്നു. ഒരു പ്രസ് തുടങ്ങിയാൽ ഈ പുസ്തകങ്ങൾ സ്വന്തമായിട്ട് അച്ചടിക്കാം. പുറംപണി കൊണ്ട് നിത്യച്ചെലവും കഴിയും. ഒരു പ്രസ് വാങ്ങിത്തന്നാൽ നിനക്കത് നോക്കി നടത്താൻ സാധിക്കുമോ എന്നായിരുന്നു അച്ഛൻ്റെ ചോദ്യം. മകനു വേണ്ടി അച്ഛൻ നെയ്തെടുത്ത മറ്റൊരു സ്വപ്നമായിരുന്നു അത്. അത് കേട്ട് കവി അച്ഛനോട് പറഞ്ഞു, സ്വന്തമായിട്ട് പ്രസ് വേണമെന്നില്ല, പുതുതായി ഒരു പത്രം തുടങ്ങാം. കുഞ്ഞിരാമൻ പത്രത്തിൻ്റെ പത്രാധിപരാകാം. സംസാരത്തിനിടയിൽ ചോദ്യം വന്നു, പത്രത്തിൻ്റെ പേരെന്തു വേണം? ഗാന്ധിജിയുടെ പത്രത്തിൻ്റെ പേരായാലോ? നവജീവൻ. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ആ പുതിയ പത്രം ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമരത്തിനായി ആഹ്വാനം ചെയ്യുന്ന ഗാന്ധിജിയുടെ ആശയാദർശങ്ങളെ അചഞ്ചലമായി പിന്തുടരുന്ന ഒരു സാംസ്കാരിക വാരികയായിരുന്നു നവജീവൻ. മഹാകവി വള്ളത്തോൾ, ഉള്ളൂർ എന്നിവർ അടക്കം അന്നത്തെ വലിയ സാഹിത്യകാരന്മാരെ എല്ലാവരും ആ വാരികയിൽ എഴുതി. പിയുടെ കവിതകളും ലേഖനങ്ങളും കുറിപ്പുകളും എല്ലാം കുറുക്കിക്കൊള്ളുന്നതായി വാരികയ്ക്ക് നല്ല പ്രചാരം കൈവന്നു. ആദ്യത്തെ കോപ്പി 1000 പേർ വാങ്ങിച്ചു. ഒരു മാസം കൊണ്ട് 500 സ്ഥിരം വരിക്കാരുമുണ്ടായി അന്ന് വാരികയ്ക്ക്. പത്രാധിപർ പി കുഞ്ഞിരാമൻ നായർ വളരെ പ്രശസ്തനായി. മഹാത്മാഗാന്ധി കണ്ണൂർ സന്ദർശിച്ച അവസരത്തിൽ നവജീവനിൽ പി എഴുതിയ മുഖപ്രസംഗം സ്വാതന്ത്ര്യ സമരത്തിന് ഉശിരു പകർന്നു. പക്ഷേ സ്വപ്നജീവിയായ കവിക്ക് വാരികയുടെ നടത്തിപ്പിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് യാതൊരു പിടിപാടും ഉണ്ടായിരുന്നില്ല. രാവും പകലും കവിക്ക് പണി തന്നെ പണി, ഓട്ടത്തോടോട്ടം. 3 നേരവും ഹോട്ടലൂണ് കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ കവി ഭാര്യ കുഞ്ഞുലക്ഷ്മിയോട് ചോദിച്ചു, നാവിനും ജീവിതത്തിനും രുചിയില്ല, നീ കൂടെ വരണം. അവർ തലകുലുക്കി. അടുത്ത ദിവസം കവി പൊന്മള ചെന്ന് കുഞ്ഞുലക്ഷ്മിയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കാഞ്ഞങ്ങാട്ടേക്ക് വന്നു. വാടക വീടെടുത്ത് അവർ ഒരുമിച്ച് താമസിച്ചു. വീട്ടുചെലവും പത്രത്തിൻ്റെ ചെലവും വീണ്ടും കൂടി. വരവ് പക്ഷേ കുറഞ്ഞു വന്നു. അതിനിടയിൽ വാരികയിൽ വന്ന ബ്രിട്ടീഷ് വിരുദ്ധ കവിതകളുടെ പേരിൽ പത്രമാഫീസ് പോലീസ് റെയ്ഡ് ചെയ്തു. പത്രാധിപരെ താക്കീത് നൽകി വിട്ടയച്ചു. പേരുകെട്ട കവിയായതിനാലാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. 1934 ഒരു ദിവസം സുഹൃത്ത് കേരളീയനോടൊപ്പം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു കവി. പോലീസുകാർ വീട്ടിലേക്ക് കയറി വന്നു. അവർ വീട് റെയ്ഡ് ചെയ്തു. തുടർന്ന് പത്രാധിപർക്ക് നോട്ടീസ് വന്നു. കോഴിക്കോട് കലക്ട്രേറ്റിൽ അടിയന്തരമായി എത്തിച്ചേരണം. കലക്ട്രേറ്റിൽ നിന്ന് കവിക്ക് ലഭിച്ചത് അന്ത്യശാസനം. ഗവൺമെന്റിനെതിരായിട്ടുള്ള ഈ എഴുത്തു തുടർന്നാൽ പത്രം കണ്ടുകെട്ടും, താഴിട്ടുപൂട്ടും. ഇങ്ങനൊരു അന്ത്യശാസനം വന്നതോടെ പത്രത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായി. സർക്കുലേഷൻ കുറഞ്ഞതോടെ വരുമാനം കുത്തനെ ഇടിഞ്ഞു. പത്രം ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ കൂടിക്കൂടി വന്നു. കവി അതിൻ്റെ സമ്മർദ്ദത്തിൽ ആടിയുലഞ്ഞു. അതിനിടയിലാണ് പ്രതീക്ഷയുടെ തിരുനാളം പോലെ ഒരു കത്ത് വരുന്നത്. കോഴിക്കോട് മാതൃഭൂമിയിൽ നിന്നാണ് ആ കത്ത്. കവി ആകാംക്ഷയോടെ കത്ത് വായിച്ചു. മാതൃഭൂമിയുടെ വിശേഷാൽ പതിപ്പിലേക്ക് ഒരു കവിത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ്. എത്രയോ കാലമായിട്ട് കവി കാത്തിരിക്കുന്ന കത്ത്. കവി ഒരുങ്ങി. മാതൃഭൂമിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കവിത എഴുതാനുള്ള കാത്തിരിപ്പായി. അങ്ങനെ 2 കവിതകൾ പിറന്നു വീണു. മംഗളപത്രം, വർഷരാത്രിയിൽ. അത് രണ്ടും മാതൃഭൂമിയിലേക്ക് അയച്ചു വിട്ടു. ആദ്യ പേജുകളിൽ തന്നെ കവിയുടെ ചിത്രത്തോടു കൂടി മംഗളപത്രം ആദ്യം അച്ചടിച്ചു വന്നു. തുടർന്നുള്ള ലക്കത്തിൽ തന്നെ വർഷരാത്രിയിലും അച്ചടിച്ചു വന്നു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മാതൃഭൂമിയിൽ വന്ന ഈ കവിത വായിച്ചു. കവിത കണ്ട പലരും പറഞ്ഞു, കുഞ്ഞിരാമൻ്റെ കാലം തെളിഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് നവജീവൻ വാരികയ്ക്ക് വിലക്ക് വന്നു. പ്രസ്സിലെ കടബാധ്യതകൾ കുന്നുകൂടി. മുൻകൂർ വരിക്കാർക്ക് പണം തിരികെ നൽകാനോ വാടക കുടിശ്ശിക അടയ്ക്കാനോ പണമില്ലാതെ വന്നപ്പോൾ ഒടുവിൽ കവി കണ്ണൂർ ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയി. ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് പൊന്മളയിലും അഭയം തേടി. അതിനിടയിലും ആഴ്ചപ്പതിപ്പിൽ കവിയുടെ കവിതകളും പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുമൊക്കെ തുടർച്ചയായി അച്ചടിച്ചു വന്നു. പക്ഷെ ആ വറുതിക്കാലത്തും കവി അർഹിക്കുന്ന പ്രതിഫലം മാത്രം അദ്ദേഹത്തെ തേടിയെത്തിയില്ല. ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പുലരുന്നതിനിടയ്ക്ക് കുഞ്ഞുലക്ഷ്മി 2ാമതും ഗർഭം ധരിച്ചു. അതോടെ കവിയുടെ പ്രാരബ്ധങ്ങൾ ഇരട്ടിച്ചു. അതോടെ എഴുത്തിൽ നിന്ന് കിട്ടാനുള്ളതും എഴുത്തു സാധ്യതയുടെ പുതിയ വഴികളും അന്വേഷിച്ച് കവി വീട് വിട്ടിറങ്ങി. അത് അറ്റുപോയ സൗഹൃദങ്ങൾ വിളക്കിച്ചേർക്കാനും അതിജീവനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ കണ്ടെത്താനും വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. ഈ യാത്രയ്ക്കിടയിലാണ് കവി കോഴിക്കോട്ട് വെച്ച് സഖാവ് പി കൃഷ്ണപിള്ളയെ കാണുന്നതും അദ്ദേഹവുമായി സൗഹൃദത്തിലാവുന്നതും. കൃഷ്ണപിള്ളയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ കവി ഫറോക്കിൽ പൂതേരിക്കാരുടെ ഓട്ടു കമ്പനിയിൽ KPR ഗോപാലൻ നടത്തിക്കൊണ്ടിരുന്ന സമരത്തെ പിന്തുണച്ച് കവിതകളും ലേഖനങ്ങളുമൊക്കെ എഴുതി നൽകി. കണ്ണൂരിൽ നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിനിടയിൽ കുഞ്ഞിരാമൻ നായർ ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും ഒക്കെ പരിചയപ്പെട്ടു. ചങ്ങമ്പുഴയുടെ പുസ്തകം കയ്യിൽ കൊണ്ടു നടന്ന് കവിത പാടി വിറ്റഴിക്കുന്ന മാതൃക പിന്തുടർന്ന് പിയും പിന്നീട് കുറച്ചുനാൾ കേരളത്തിൽ തെക്കുവടക്ക് പുസ്തകം വിറ്റു നടന്നു. അതിനിടയിൽ തൃപ്പൂണിത്തുറയിൽ വെച്ച് വൈലോപ്പള്ളിയെയും അദ്ദേഹം പരിചയപ്പെട്ടു. മടക്കയാത്രയിൽ പൊന്നാനിയിലിറങ്ങി ഇടശ്ശേരിയെയും ഉറൂബിനെയും കണ്ടു. 2-3 ദിവസം അവർ മൂന്നും നിലയുടെ പുളിനങ്ങളിൽ കഥ പങ്കിട്ട് നടന്നു. അങ്ങനെ പല നാടുകൾ ചുറ്റിക്കറങ്ങി കവി ഒടുവിൽ മാസങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്ക് മടങ്ങിയെത്തുന്നത്. കോഴിക്കോട്ടെ പുസ്തകശാലയിൽ ചെന്നപ്പോൾ മാനേജർ കവിക്ക് ഒരു കെട്ട് കത്തുകൾ കൈമാറി. അതിലൊന്നിൽ പ്രിയതമ കുഞ്ഞുലക്ഷ്മിയുടെ കൈപ്പട കണ്ട് കവി വായിച്ചു. നമുക്ക് ഒരു മകൻ പിറന്നിരിക്കുന്നു, വേഗം എത്തണം. കത്ത് വായിച്ച കവി അടുത്ത വണ്ടിക്ക് പൊന്മളയിലെത്തി. മുത്തശ്ശി കുഞ്ഞിനെ എടുത്ത് കയ്യിൽ കൊടുത്തു. ആൺകുഞ്ഞിനെ കണ്ട് സന്തോഷിച്ച അദ്ദേഹം കുഞ്ഞുലക്ഷ്മിയോട് പറഞ്ഞു, വങ്കകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നമുക്ക് മകന് രവീന്ദ്രനാഥ് എന്ന് പേരിടാം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലീലയും രവീന്ദ്രനും പീക്ക് പറഞ്ഞ 2 കവിതകളായി പൊന്മളയിൽ പിച്ച വെച്ച് നടന്നു. 1936 ഒരു പകൽ നേരത്ത് കുഞ്ഞിരാമൻ നായരും കുടുംബവും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി ഇറങ്ങി. കവിയുടെ കയ്യിൽ മൂത്ത മകൾ ലീല, കുഞ്ഞുലക്ഷ്മിയുടെ കയ്യിൽ ഇളയ മകൻ രവീന്ദ്രൻ. പോട്ടർമാർ കവിയെ കണ്ടപാടെ ഓടി വന്നു. ട്രങ്ക് പെട്ടിയും അത്യാവശ്യ സാധനങ്ങളും അവർ തീവണ്ടിയിൽ നിന്നിറക്കി. യാത്രക്കാരെ കാത്തിരിക്കുന്ന കളവണ്ടിക്കാരൻ അടുത്തേക്ക് വന്നു.
കാളവണ്ടി അവരെയും കൊണ്ട് കുടമണി കിലുക്കിക്കൊണ്ട് വെള്ളിക്കോത്തേക്ക് വെച്ചുപിടിച്ചു. കുഞ്ഞലക്ഷ്മി ആദ്യമായിട്ടാണ് ഭർത്താവിൻ്റെ നാട് കാണുന്നത്. പട്ടാമ്പി പ്രകൃതിയെയും തൻ്റെ നാടിനെയും സ്നേഹിച്ചവൻ്റെ നാട്, മനസ്സിൽ കവിതയും പ്രണയവും ഭ്രാന്തും നിറച്ചു വെച്ചവൻ്റെ വടക്കൻ തറവാട്, അദ്ദേഹം നടന്നുപോയിരുന്ന നാട്ടുവഴികൾ. അതിലൂടെ വണ്ടി നീങ്ങുമ്പോൾ കുഞ്ഞലക്ഷ്മി മനസ്സിൽ സങ്കല്പിച്ചതും നേരിൽ കാണുന്നതും തമ്മിൽ ഇടകലർന്നു നിന്നു. വീട്ടിലേക്ക് അടുക്കുംതോറും കുഞ്ഞിരാമൻ്റെ മനസ്സ് അസ്വസ്ഥമായി. ഇതിനു മുമ്പ് ഓരോ തവണ ഊരുവിട്ട് പോകുമ്പോഴും തിരിച്ചു വരാൻ ഒരു വീടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്, മടത്തിൽ വളപ്പിൽ വീട്. അവിടുത്തെ അകത്തളങ്ങൾക്കും മുറ്റത്തെ മണൽത്തരിക്ക് പോലും അയാളെ അറിയാം. തൊടിയിൽ തലയാട്ടി പരിചയം കാട്ടുന്ന പൈക്കൾക്കും വീട്ടുമുറ്റത്തെ ചെടികൾക്കും അറിയാം. സ്വന്തം വീട്ടിലേക്കല്ലാതെ അന്ന് ആദ്യമായി ഒരു അഭയാർത്ഥിയെ പോലെ അയാൾ കാഞ്ഞങ്ങാട്ടേക്ക് എത്തുന്നു. സ്വന്തം വീട്ടിലേക്കുള്ള വഴി പിന്നിട്ട് കവി മറ്റൊരിടത്തേക്ക് തിരിഞ്ഞു. പിന്നാലെ വന്ന കളവണ്ടിക്കാരനോട് അയാൾ പറഞ്ഞു, മടത്തിൽ വളപ്പിലേക്കല്ല, അങ്ങാടി വീട്ടിലേക്കാണ്. മടത്തിൽ വളപ്പിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ അമ്മയുടെ പേർക്ക് ആൾതാമസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ വീടാണ് അങ്ങാടി വീട്. കുഞ്ചമ്പുനായരുടെ മരുമകനായിട്ടുള്ള അമ്പു നായർ അവിടെ അവർക്ക് താമസിക്കാനുള്ള അനുവാദവും സൗകര്യവും ഒരുക്കി കൊടുത്തു. വീടിന് ശാന്തി മന്ദിരം എന്ന് പേരിട്ട് കവി അവിടെ കുടുംബസമേതം പാർപ്പ് തുടങ്ങി. കുഞ്ഞിരാമൻ്റെ കുടുംബസമേതമുള്ള ഈ മടങ്ങിവരവും വെള്ളിക്കോത്തെ താമസവും താമസിയാതെ നാടും വീട് പറഞ്ഞു. അച്ഛൻ പൊട്ടിത്തെറിച്ചു, അമ്മ പൊട്ടിക്കരഞ്ഞു. കുഞ്ഞമ്പുനായരുടെ മരുമകൾ ജാനകിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച് പെണ്ണിന് പണ്ടം വാങ്ങാൻ പോയവൻ വർഷങ്ങൾക്ക് ശേഷം ഏതോ പെണ്ണിനെയും കെട്ടി 2 പിള്ളേരുമായി ഇതാ മടങ്ങി വന്നിരിക്കുന്നു. അന്ന് വടക്കുള്ളവർക്ക് തെക്കൻ കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ ചതുർത്ഥിയാണ്. പരമസാത്വികനായിട്ടുള്ള കുഞ്ഞമ്പു എഴുത്തച്ഛൻ്റെ ഒരു വിധി എന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു. നാട്ടിൽ മടങ്ങിയെത്തിയെങ്കിലും കവിക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗമില്ല നിലവിൽ. കവിയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ വീട് ശരിയാക്കി കൊടുത്ത അമ്പു നായർ തന്നെ ഒരു ഉപായം പറഞ്ഞു. വിദ്വാൻ പി കേളുനായർ ആത്മഹത്യ ചെയ്തതിൽ പിന്നെ വിജ്ഞാനദായിനി സംസ്കൃത പാഠശാല നാഥനില്ലാ കളരിയായി അടഞ്ഞു കിടക്കുകയാണ്. അത് ഏറ്റെടുത്ത് നടത്തണം. മറ്റു മാർഗമേതുമില്ലാതിരുന്നുകൊണ്ട് മാത്രം കവി അത് ഏറ്റെടുക്കുന്നു. വിജ്ഞാനദായിനിയിൽ കുട്ടികൾക്ക് പരമ്പരാഗത സംസ്കൃത ഗുരുവായി മാറുന്നു. ആൺകുട്ടികളും ഗുരുവും വന്ന് ഗുരുകുലത്തിൽ തന്നെ താമസിച്ചു. ശാന്തി മന്ദിരത്തിൽ താമസിച്ചുകൊണ്ട് കുഞ്ഞലക്ഷ്മി ഭർത്താവിന് 3 നേരം ഭക്ഷണം എത്തിച്ചു നൽകി. അവർ ഭർത്തൃ ശുശ്രൂഷയിലും കുഞ്ഞുങ്ങളെ പരിചരിക്കലിലും മുഴുകി നേരം കഴിച്ചു. വെളിപ്പാടകലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും സമസ്ത സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവർ ഒന്നിലും തന്നെ സഹകരിക്കാതെ വാശിപ്പുറത്ത് മാറി നിന്നു. പുറവങ്കര തറവാട്ടിലെ മൂത്തപുത്രനായിട്ടുള്ള കുഞ്ഞിരാമൻ്റെ 2 മക്കളെയും കാണാൻ ബന്ധുക്കൾ ആരും തന്നെ വന്നില്ല. ലീലയും രവിയും ശാന്തി മന്ദിരത്തിൻ്റെ അകത്തളങ്ങളിലും മുറ്റത്തുമായി ഓടിക്കളിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുഞ്ഞലക്ഷ്മി തൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ ഒരു രഹസ്യം ഒഴിഞ്ഞു. പുതിയൊരാൾ കൂടി വയറ്റിലുണ്ട്. അത് കേട്ടുകൊണ്ട് കവി പാഠശാലയിലേക്ക് പോയി. കുഞ്ഞലക്ഷ്മി പടിപടിയായി ഗർഭാലസ്യത്തിൻ്റെ പല പീഡകളും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. പ്രസവം അടുക്കും വരെയും അവർ തൻ്റെ ഭർത്താവിനെ ഒരു പരിഭവം പറഞ്ഞ് പൊറുതിമുട്ടിച്ചിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും പ്രസവം നടക്കാം എന്നായപ്പോൾ മാത്രം അവർ ഒന്ന് പറഞ്ഞു, ഈ അവസ്ഥയിലേക്ക് ഒറ്റയ്ക്ക് വയ്യ, ഒന്ന് പൊന്മള ചെന്ന് അമ്മയെ വിളിച്ചു കൊണ്ടുവരാമോ? കവി ഭാര്യയുടെ അമ്മയെ കൈസഹായത്തിനും പ്രസവരക്ഷയ്ക്കുമായി വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാഞ്ഞങ്ങാട്ട് നിന്ന് പൊന്മളയ്ക്ക് വണ്ടി കയറി. പക്ഷേ വണ്ടി കണ്ണൂരും കോഴിക്കോടും താണ്ടി കുതിച്ചു വാഞ്ഞപ്പോഴേക്കും കവിയുടെ മനസ്സ് വീണ്ടും മനോരാജ്യത്തിൽ വിലയിച്ചു. അദ്ദേഹം അന്ന് പൊന്മളയിൽ എത്തിയതേയില്ല. സ്വപ്നത്തിൻ്റെ മറ്റേതോ കരയിലേക്ക് കവിതയുടെ വിളി കേട്ട് വഴിതെറ്റിപ്പോയി. നന്ദ്യാർവട്ടവും തുമ്പപ്പൂക്കളും ചിരിച്ചു നിൽക്കുന്ന നാട്ടുവഴികളിലൂടെ മഞ്ഞിലും മഴയിലും കവി അലഞ്ഞു നടന്നു. ഭാവനാലോകത്ത് വിരാജിച്ചു. പകൽ ചൂടേറ്റും രാത്രി നിലാവിൽ കുളിച്ചു നടക്കുന്നതിനിടയ്ക്ക് കവി വീടിനെ മറന്നു. കുഞ്ഞലക്ഷ്മിയാണെങ്കിൽ ഓരോ ദിവസവും വഴിക്കണ്ണുമായി ഭർത്താവിനെ കാത്തിരുന്നു. പടിയിറങ്ങിപ്പോയ അച്ഛനെ ആ കുഞ്ഞുങ്ങളും കാത്തിരുന്നു. ഗർഭപാത്രത്തിൽ ഉറങ്ങിപ്പോയ കുഞ്ഞിനോട് വേവലാതിയോടെ അമ്മ ചോദിച്ചു, നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ വന്നില്ല. കുഞ്ഞലക്ഷ്മി അമ്മയ്ക്ക് കത്തെഴുതി. ഒരു ദിവസം കുഞ്ഞലക്ഷ്മിയുടെ അമ്മ മകളെ തേടി ശാന്തി മന്ദിരത്തിലെത്തി. അമ്മ മകളെ സമാധാനിപ്പിച്ചു. കുഞ്ഞലക്ഷ്മി തൻ്റെ ഭർത്താവ് പോയ വഴി ഓർത്തിരുന്നു. ഗർഭിണിയായ തന്നെ മറന്ന് കവിതയോടൊപ്പം പോയ വഴി. 1000 അനുഷ്ഠുപ്പ് ശ്ലോകങ്ങളിൽ ശ്രീരാമചരിതം എഴുതിയ കവി ഒടുവിൽ രാമനെപ്പോലെ ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച് സ്വന്തം കാവ്യരാജ്യം തേടിപ്പോയ വഴിയോരത്ത് കുഞ്ഞലക്ഷ്മി തനിച്ചിരുന്നു. കവി പോയതോടെ ഗുരുകുലവും അടഞ്ഞുകിടന്നു. ശിഷ്യഗണങ്ങൾ അനാഥരായി. ഗർഭിണിയായ ഭാര്യയും 2 മക്കളെയും ഉപേക്ഷിച്ച് മകൻ കുഞ്ഞിരാമൻ കടന്നുപോയ വിവരം ഒടുവിൽ മടത്തിൽ വളപ്പിലുമെത്തി. കുഞ്ഞമ്മയമ്മ അന്ന് ഭർത്താവിനോട് അപേക്ഷിച്ചു. കുഞ്ഞിരാമൻ്റെ പൊടിപ്പ്. അച്ഛൻ വിട്ടുപോയ പാവം 2 മക്കൾ. അടുത്ത ദിവസം തന്നെ കുഞ്ഞമ്മ നായർ ശാന്തി മന്ദിരത്തിലെത്തി. കുഞ്ഞലക്ഷ്മിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മക്കൾ അന്ന് ആദ്യമായി അച്ഛൻ ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിലേക്ക് നടന്നു. കുഞ്ഞിരാമൻ്റെ 3ാമത്തെ കുഞ്ഞിന് കുഞ്ഞലക്ഷ്മി ഭർത്താവിൻ്റെ സ്വന്തം തറവാട്ടിൽ വെച്ച് തന്നെ ജന്മം നൽകി. ആ പെൺകുഞ്ഞിനെ അവളുടെ മുത്തച്ഛൻ സീമന്തിനി എന്ന് വിളിച്ചു. എല്ലാവരെയും നോക്കി ഒന്നും അറിയാതെ ആ കുഞ്ഞ് ചിരിച്ചു. 8 മാസമായപ്പോഴേക്കും ഒരു ദിവസം ആ കുഞ്ഞിൻ്റെ ചുണ്ടിലെ പുഞ്ചിരി അസ്തമിച്ചു. കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞിന് തൻ്റെ അച്ഛനെ കാണാനോ അച്ഛന് കുഞ്ഞിനെ കാണാനോ ഭാഗ്യമുണ്ടായില്ല. ഈ ഭൂമിയിൽ വന്നതും ജീവിച്ചതും അറിയാതെ ഒരു ക്ഷണിക ജന്മം മാത്രമായി വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള മാവിൻചോട്ടിൽ ആ കുഞ്ഞ് എന്നേക്കുമായി വിശ്രമിച്ചു. അതിൻ്റെ അച്ഛനാണെങ്കിൽ അക്കാലങ്ങളിൽ നാടൻ പാട്ടുകൾ കേട്ടും പകർത്തിയും എത്തിയെടുത്ത് അന്തിയുറങ്ങിയും നിലാതീരത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ അക്കാലത്ത് സ്വപ്നത്തിലെന്ന പോലെ അലയുകയായിരുന്നു.
കാഞ്ഞങ്ങാട്ട് ശാന്തി മന്ദിരത്തിൽ കഴിയവേ ഭാര്യ കുഞ്ഞുലക്ഷ്മി അമ്മയുടെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ പ്രസവ ശുശ്രൂഷയ്ക്ക് ഭാര്യമാതാവിനെ കൂട്ടിക്കൊണ്ടുവരാനായി പൊന്മളയ്ക്ക് പോയ കവി എല്ലാം മറന്ന് എത്തിപ്പെടുന്നത് തൃശ്ശൂരിലാണ്. അവിടെ ആദ്യം ഭാരതവിലാസം പ്രസ്സിലും പിന്നെ നടുവിൽ മഠം ശങ്കരനാരായണ അയ്യരുടെ സരസ്വതി പ്രസ്സിലും ഇക്കാലത്ത് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. സരസ്വതി പ്രസ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് അയ്യരുടെ വക ഒരു അഭ്യർത്ഥന വരുന്നു. കൊച്ചി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കേരള പാഠാവലി തയ്യാറാക്കണം. നാടൻ പാട്ടുകളും പഴഞ്ചൊല്ലുകളും ഒക്കെ അടങ്ങുന്ന ഒരു പുസ്തകം വേണം. കവിക്ക് അത് ചെയ്യാമോ? സ്വാമി പറഞ്ഞതനുസരിച്ച് കവി നാടൻ പാട്ടുകൾ തേടി ഇറങ്ങിത്തിരിച്ചു. തിരുവില്ലാമല, ലക്കിടി, പട്ടാമ്പി, പാലപ്പുറം തുടങ്ങി നിളയുടെ ഗ്രാമതീരങ്ങളിലൂടെ അന്ന് അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു നടന്നു. ആ ഗ്രാമങ്ങളിലെ നാടൻ പെൺകുടികളുടെ പാട്ടൊഴുകിയെത്തുന്ന വഴികളിലൂടെ പി പ്രണയാതുരനായി നടന്നു. ഈ പാട്ടുകൾ കേട്ട് പകർത്തുകയും അവിടുത്തെ പല വീടുകളിലെയും അന്തിയുറങ്ങുകയും അതിനിടെ ശാരീരികമായിട്ടുള്ള തൻ്റെ അന്തഃശോധനകൾക്ക് ശമനം തേടുകയും ചെയ്തു അദ്ദേഹം. 1938 മുതൽ 40 വരെയുള്ള ഇക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ വള്ളുനാടൻ അനുഭവങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട സൗന്ദര്യദേവത പോലെയുള്ള പല കവിതകളും പിറക്കുന്നത്. നാടൻപാട്ടുകാലത്ത് പി നടന്ന വഴികളിലൂടെ വർഷങ്ങൾക്ക് ശേഷം സഞ്ചരിച്ച കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അന്ന് പി അലഞ്ഞ പെൺവഴികളെക്കുറിച്ചും അവരുടെ പ്രണയമൊഴികളെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മകൾ തൻ്റെ പിയുടെ പ്രണയപാപങ്ങൾ എന്ന പുസ്തകത്തിലൂടെ സമാഹരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് കുറേ കടങ്കഥ, പോകും മുമ്പ് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ചിന്നമ്മാളു, കൈതപ്പൂ പോലെ പുഴക്കര വിടർന്നു നിന്ന കൊച്ചുകോത എന്ന എണ്ണമൈലി നാടോടിപ്പെണ്ണ്, മുന്നാഴി മുല്ലപ്പൂവും ചെന്തങ്ങിളനീരും സമ്മാനിച്ച 17 തികയാത്ത വേശു, അങ്ങനെ എത്രയെത്രയോ പെണ്ണുങ്ങളെന്നാണ് ലീലാകൃഷ്ണൻ തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടുള്ളത്. ഇതേ നാടൻപാട്ടിൻ്റെ ഗ്രാമവഴികളിൽ നിന്നാണ് കാർത്യായനി എന്ന യുവതിയെയും കവി പരിചയപ്പെടുന്നത്. പുഴയോര ഗ്രാമമായിട്ടുള്ള കൊത്താമ്പുള്ളിയിലെ ഒരു പെൺകുടി. പൊൻകസവ് നെയ്തുണ്ടാക്കുന്നവരുടെ ഗ്രാമമാണ് കൊത്താമ്പുള്ളി. ഒരു സഹായിയായി കവിയുടെ മുന്നിലെത്തിയതായിരുന്നു മുല്ലക്കൊടി വീട്ടിൽ ചിന്നമണി എന്ന കാർത്യായനി. അവളുമൊത്തുള്ള സഹവാസം നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ കവി അവളെയും കൊണ്ട് തൃശ്ശൂർക്ക് പോയി. തിരുവമ്പാടിക്കടുത്തൊരു വാടക വീട്ടിൽ പൊറുതി തുടങ്ങി. അവിടെ വെച്ച് അവർക്ക് ആദ്യത്തെ മകൾ രാധ പിറന്നു. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് വത്സല എന്നായിരുന്നു. വാടകയ്ക്കെടുത്ത കൊച്ചുവീട്ടിൽ പുതിയ കുടുംബത്തോടൊപ്പം കവി സരസ്വതി പ്രസുകാരുടെ അകമഴിഞ്ഞ സാമ്പത്തിക സഹായത്തിൻ്റെ ബലത്തിൽ കുറച്ചുകാലം സുഖമായി ജീവിച്ചു. എന്നാൽ പരമസാധ്വിയായിരുന്ന കാർത്യായനി അമ്മ അകാലത്തിൽ മരണപ്പെട്ടുപോയി. പല വീടുകൾ കറങ്ങിയാണെങ്കിലും ഒടുവിൽ ആ 2 പെൺകുട്ടികളും കാഞ്ഞങ്ങാട്ടെ കവിയുടെ വീട്ടിൽ എത്തിപ്പെട്ടു. ഇളയകുട്ടി വത്സല കുറച്ച് നാളുകൾക്കുള്ളിൽ മരിച്ചുപോയി. മൂത്തമകൾ രാധ കവിയുടെ തന്നെ ഒരു ബന്ധുവിനെ വിവാഹം കഴിച്ച് വെള്ളിക്കോത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട്ട് നിന്ന് നാടുവിട്ടുപോയ കവി തിരികെ നാട്ടിലെത്തുന്നത് ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ്. അപ്പോഴേക്കും മകൾ ലീല യൗവനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. മകൻ രവീന്ദ്രന് 13 വയസ്സ്. ആ നീണ്ട പ്രവാസത്തിനൊടുവിൽ നാട്ടിലേക്ക് തിരികെ വന്ന കവി കുറച്ചുകാലം അച്ഛനമ്മമാരോടും കുടുംബത്തോടുമൊപ്പം വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. പിറന്ന മണ്ണിൽ എന്ന പിയുടെ കവിത ആ പുനഃസംഗമത്തിൻ്റെ വർണ്ണനയാണ്. അതിനുശേഷമാണ് കവിയുടെ കൂടാളിക്കാലം ഉണ്ടാവുന്നത്. 1948 പി കുഞ്ഞിരാമൻ നായർ കൂടാളി സ്കൂളിൽ അധ്യാപകനായി ചേരുന്നത്. കവിയുടെ ജീവിതത്തിലെ ആദ്യത്തെ വാദ്യാർ വേഷം. അതിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ട കഥ വളരെ വിശദമായി തന്നെ ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര അദ്ദേഹത്തിൻ്റെ പി കാവ്യരൂപൻ്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അത് ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കൂടാളി താഴത്തു വീട്ടിലെ അമ്മാളും അമ്മയുടെ കല്യാണം കൂടാൻ വേണ്ടി കാഞ്ഞങ്ങാട് സ്വദേശി കൊമ്പല്ലൂർ കോട്ടയിൽ കുഞ്ഞിക്കേളു നമ്പ്യാർ പുറപ്പെട്ടപ്പോൾ കൂടെ സുഹൃത്തായിട്ടുള്ള പി കുഞ്ഞിരാമൻ നായരെയും കൂട്ടി. കല്യാണ വീട്ടിൽ വെച്ച് നമ്പ്യാർ പിയെ വലിയ കവിയാണ്, മലയാളത്തിൻ്റെ ഭാവി കവി എന്ന് തറവാട്ടുകാരനവർ കുഞ്ഞിക്കമ്മാനൻ നമ്പ്യാർക്ക് പരിചയപ്പെടുത്തി നൽകി. കാരണവർക്ക് കവിയെ അസാരം ബോധിച്ചു. എന്താണ് പണി എന്നായി കാരണവരുടെ അടുത്ത കുശലം. എഴുത്തുപണി അറിയാം, മറ്റൊന്നും അത്രയ്ക്ക് അറിയില്ല എന്ന് കവിയുടെ ആത്മാർത്ഥമായ മറുപടി. എഴുത്തിനൊപ്പം പഠിപ്പിക്കലും ആകാമോ എന്ന് കാരണവർ തിരക്കി. കവിതയെ കൈവിടാതെ അന്തസ്സും സ്ഥിരവരുമാനവുമുള്ളൊരു ജോലി നല്ലതാണല്ലോ എന്ന് കവിയും ഉള്ളിൽ കരുതി. അങ്ങനെ ഒരു നല്ല ജോലിയിൽ എത്തിപ്പെടാൻ കവിയും ഏറെ നാളായി ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു കുഴപ്പം മാത്രമുണ്ട്. അധ്യാപകനാകാൻ വേണ്ട യോഗ്യത അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വിദ്വാൻ പരീക്ഷ എഴുതി നോക്കിയെങ്കിലും പാസ്സായില്ല. അതുകൊണ്ട് തന്നെ നേർവഴിക്ക് അധ്യാപകനാകുക എന്നത് നടക്കുന്ന കാര്യമല്ല. കവി ഉള്ളിലെ ഇഷ്ടവും മുന്നിലുള്ള തടസ്സവും കാരണവരെ അറിയിച്ചപ്പോൾ കാരണവർ ഒന്ന് ആലോചിച്ച ശേഷം എല്ലാവരോടുമായി പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കവിതകൾ നിലവിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്കൂളിൽ ഒരു ഭാഷാ അധ്യാപകനായി ജോലി ചെയ്തുകൂടാ? അധ്യാപക വൃത്തി എടുക്കാൻ വേണ്ട അറിവും യോഗ്യതയും ഉണ്ടെന്ന് മലയാളത്തിലെ ഏതെങ്കിലും പ്രസിദ്ധ പണ്ഡിതന്മാരുടെ സാക്ഷ്യപത്രം നിങ്ങൾ കൊണ്ടുവരണം. അതുവെച്ച് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നായി കാരണവർ. അടുത്ത ദിവസങ്ങളിൽ കവി ഭാഷാ പണ്ഡിതരെ തിരഞ്ഞ് കൊല്ലങ്കോടും തൃശ്ശൂരും പോയി. ആറ്റൂർ നാരായണ പിഷാരടിയെയും പണ്ഡിറ്റ് പി ഗോപാലപിള്ളയും നേരിൽ ചെന്ന് കണ്ടു. കേരളത്തിലെ ഏത് വിദ്യാലയത്തിലും പഠിപ്പിക്കാൻ യോഗ്യതയുള്ളയാളാണ് കുഞ്ഞിരാമൻ നായർ എന്ന് ഇരുവരും മുൻപിൻ നോക്കാതെ കടലാസിലെഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ബലത്തിൽ കുഞ്ഞിക്കമ്മാനൻ നമ്പ്യാർ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കോയിപ്പുറത്ത് മാധവ മേനോൻ വഴി 1947 ഓഗസ്റ്റ് മാസത്തിൽ പി കുഞ്ഞിരാമൻ നായരെ മലബാറിലെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ് ഓർഡർ നേടിയെടുത്തു. അധികം വൈകാതെ കവി കൂടാളി സ്കൂളിൽ വന്ന് ചേരുകയും ചെയ്തു. പിയുടെ ആത്മകഥകളിൽ കൂടാളിയിലെ ജീവിതം വളരെ കുറച്ച് മാത്രമേ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ.
എന്നെ തിരിയുന്ന ഞാൻ എന്ന ആത്മകഥയിലെ ആകാശവാണി കവിസമ്മേളനം, നാഗയക്ഷി എന്നീ 2 അധ്യായങ്ങളിൽ മാത്രമായി അത് ചുരുങ്ങുന്നു. പിന്നീട് അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളുള്ളത് ദീപേഷ് കരിമ്പുങ്കരയുടെ പുസ്തകത്തിലാണ്. ഇനി അങ്ങോട്ട് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഇതേ പുസ്തകത്തിൽ നിന്ന് കടമെടുത്തവയാണ്. 12 വർഷമാണ് പി കൂടാളി ഹൈസ്കൂളിൽ മലയാള അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നത്. അക്കാലത്തെ കവിയുടെ ജീവിതത്തെക്കുറിച്ച് വിശദമായി അറിയാനുള്ള ഒരേ ഒരു ആശ്രയം അവിടെ പി ഉണ്ടായിരുന്ന ഒരു വ്യാഴവട്ടക്കാലവും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന അതേ സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ MK രാമകൃഷ്ണൻ മാസ്റ്ററുടെ ഒരു അധ്യാപകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആത്മകഥയും അദ്ദേഹത്തിൻ്റെ തന്നെ ഡയറിക്കുറിപ്പുകളും പിന്നീട് അക്കാലത്ത് അവിടെ കൂടെ താമസിച്ചിരുന്ന മകൻ രവീന്ദ്രൻ നായരുടെ ഓർമ്മകളുമാണ്. കൂടാളിയിൽ കഴിഞ്ഞ 12 വർഷക്കാലത്തിനിടയ്ക്കാണ് കളിയച്ഛനടക്കമുള്ള പിയുടെ മികച്ച കവിതകൾ പലതും ഉണ്ടായിട്ടുള്ളത്. നീ വരില്ല, മറന്നുപോയ മേൽവിലാസം, യമുനാ തീരെ, വിദ്യാരംഭം, തീപ്പൊരിയുടെ പാട്ട്, കാളകൾ, കുറവൻ്റെ കിളിയടക്കമുള്ള എണ്ണിയാൽ തീരാത്ത നല്ല കവിതകൾ. അതുപോലെ പിയുടെ മികച്ച സമാഹാരങ്ങളിലൊന്നായ പ്രപഞ്ചത്തിലെ രചനകൾ അത്രയും കൂടാളി കാലത്ത് തന്നെ എഴുതപ്പെട്ടവയാണ്. കൂടാളിയിൽ സ്കൂളിന് മുന്നിലുള്ള പീഠികമുറിയുടെ മുകളിൽ കഴിഞ്ഞ കാലത്താണ് അതുവരെയും ഉറയ്ക്കാതെ പോയ കവിയുടെ മേൽവിലാസം വർഷങ്ങളോളം നിലനിന്നത്. പി കുഞ്ഞിരാമൻ നായർ, PO കൂടാളി, കണ്ണൂർ 673592 എന്ന മേൽവിലാസത്തിൽ കവിക്ക് സ്കൂളിലേക്ക് നിരന്തരം കത്തുകൾ വന്നുകൊണ്ടിരുന്നു. ചിലത് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് കവിത വായിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ളത്. പലവിധ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കവിത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ വേറെയും വരാറുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള കവിത നെയ്തുകൂട്ടാൻ വേണ്ടി ജാലകം തുറന്ന് ആകാശത്തേക്ക് നോക്കിയിരുന്ന കവി വാക്കുകളുടെ ഭാവനയുടെ അകടിൽ മുട്ടിക്കൊണ്ടിരിക്കെ പയ്യെ ഒരു പരമാർത്ഥം തിരിച്ചറിഞ്ഞു. മനസ്സിൽ കവിത തോന്നുന്നില്ല. ആ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് പതുക്കെ കവിയുടെ മാനസിക നില തെറ്റിക്കുന്ന വിധത്തിൽ വളർന്നു വന്നു. ക്ലാസ്സിൽ കുട്ടികളോട് കശപിശ പതിവായി. രാത്രിയിൽ വല്ലതും എഴുതാനിരിക്കുമ്പോൾ പകൽ നടന്ന തർക്കങ്ങളുടെ ഓർമ്മയും കുറ്റബോധവും കവിയുടെ മനസ്സിൽ കിടന്ന് പുളയും. നെടുവീർപ്പുകളുടെ അകമ്പേവൽ മാത്രം അടിക്കടി പുറമേക്ക് വരുന്നു. മനസ്സിൽ കവിതയുടെ കാർമേഘമുണ്ട്, പക്ഷേ പെയ്യുന്നില്ല. കൂടാളിയിൽ നിന്ന് ഭാരതപ്പുഴയോരത്തേക്ക് കവി മനസ്സ് വീണ്ടും തെന്നി ഒഴുകാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിലൊന്നിൽ കോഴിക്കോട് ആകാശവാണിയിൽ കവിത ചൊല്ലാൻ പോകണമെന്ന് ഭാര്യയോട് പറഞ്ഞ് കവി കാഞ്ഞങ്ങാട്ട് വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ കോഴിക്കോട്ട് ഇറങ്ങാതെ ഷൊർണൂർ ജംഗ്ഷൻ വരെ തീവണ്ടിയിൽ പോകുന്ന കവി അവിടുന്ന് പാലക്കാട്ടേക്കുള്ള വണ്ടി മാറിക്കയറി ലക്കിടി സ്റ്റേഷനിൽ ഇറങ്ങി. കണ്ണു തുറന്നാൽ എങ്ങും കാവ്യാനുഭൂതി പരത്തുന്ന ലക്കിടി. കവിയുടെ കോഴിക്കോട്ടേക്കുള്ള യാത്രകൾ പലതും ഇങ്ങനെ എത്തി നിന്നിരുന്നത് ലക്കിടിയിലേക്കായിരുന്നു. അവിടെ പാറുക്കുട്ടി കവിയെ മാടി വിളിച്ചു. കവിക്ക് ലക്കിടിയിലുണ്ടായിരുന്ന പ്രണയബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു. ആ ബന്ധം രൂപപ്പെട്ടു വന്നതിനെപ്പറ്റി കവിയെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളിലും പല കഥകളാണുള്ളത്. തുടക്കം പലതിലും ഒന്നാണെങ്കിലും വിവാഹത്തിലേക്ക് കഥ എത്തുമ്പോൾ കഥകൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യതിചലിക്കും. ഇതേക്കുറിച്ചുള്ള ശരിക്കുള്ള കഥ ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കയുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. തിരുവിലാമല ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാനായി കവി പലപ്പോഴും ലക്കിടിയിൽ തീവണ്ടി ഇറങ്ങാറുണ്ട്. ഒരിക്കൽ ലക്കിടിയിൽ വെച്ച് കഥകളി ഭാഗവതർ കോപ്പൻ നായർ കവിയെ കാണുന്നു. കൂടാളി പരിസരങ്ങളിലെ കഥകളി സംഘങ്ങൾക്കൊപ്പം വർഷങ്ങളായി കവിക്ക് കണ്ടു പരിചയമുള്ള മുഖം. അയാൾ കവിയോട് പറയുന്നു, ഈ നാട് ഏറ്റവും പിടിച്ച നാടാണെന്നറിയാം. പതിവായി തിരുവിലാമലയിലും കിള്ളിക്കുറിശി മംഗലത്തും കുളിച്ചു തൊഴലുമുണ്ടല്ലോ. എന്തിനീ എംബ്രാന്തിരിയുടെ മൂട്ട ബെഞ്ചിൽ കിടന്ന് നരയിക്കുന്നു? ഈ ദിക്കിൽ സ്ഥിരമായൊരു താവളമുണ്ടായാൽ എത്ര ആശ്വാസമായി. ഇതും പറഞ്ഞ് കോപ്പൻ നായർ കവിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി. അവിടെ അയാളുടെ മകൾ പാറുക്കുട്ടി ടീച്ചർ കവിയുടെ കാൽപ്പാടുകളിലെ അമ്മുക്കുട്ടി കവിയെ പരിചരിച്ചു. ചായ കൊടുത്തതും അത്താഴം വിളമ്പിയതും ശയിക്കാൻ പുൽപ്പായയും തലേണയും കൊടുത്തതും എല്ലാം പാറുക്കുട്ടി ടീച്ചർ തന്നെ. കവിതയുടെ പ്രകൃതിയുടെ അഭൗമമായിട്ടുള്ള പ്രഭാവലയത്തിലേക്ക് കവി മനസ്സ് ചെന്നുപെട്ടു. അതിൻ്റെ മനോലഹരിയിൽ കവി കോപ്പൻ നായരെ പുറത്തെ പുളിഞ്ചോട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വകാര്യമായി പറഞ്ഞു, എനിക്ക് ഈ കൊച്ചു വീടും പരിസരവും വയലും പുഴയും കുന്നും കരിമ്പന കാടുകളുമൊക്കെ നന്നേ പിടിച്ചു. മേലിൽ ഇവിടെ കൂടിയാൽ മതി. കോപ്പൻ നായർക്ക് അത് പറയും മുമ്പേ സമ്മതമായിരുന്നു. അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ വിരോധമില്ല എന്നയാൾ. ടീച്ചർക്കും സമ്മതം തന്നെയാണ്. കവിയുടെ തിരുവിലാമല പ്രകൃതിയോടുള്ള പ്രണയം ടീച്ചറുടെ കവിയോടുള്ള അടങ്ങാത്ത പ്രണയം. അത് ലക്കിടിയിൽ വെച്ച് പുതിയൊരു വൈവാഹിക ബന്ധത്തിനുള്ള വാക്കുകൊടുക്കലായി മാറി. കല്യാണമില്ലാത്ത കല്യാണം. അതിനുശേഷം കോഴിക്കോട് ആകാശവാണിയിൽ കവിത ചൊല്ലാനുള്ള കവിയുടെ യാത്രകൾ പലപ്പോഴും ലക്കിടിക്കുള്ള യാത്രകളായിട്ട് പരിണമിച്ചു. ലക്കിടിയിലെത്തുമ്പോഴൊക്കെ പാറുക്കുട്ടി ടീച്ചർ ഓർമ്മിപ്പിച്ചു, കല്യാണത്തിന് മുമ്പ് ആദ്യ വിവാഹത്തിൽ നിന്ന് വിടുതൽ വാങ്ങണം, വിവാഹമോചനം വേണം. ഇക്കാര്യം പറഞ്ഞ് വരും നാളുകളിൽ കോപ്പൻ നായർ കവിയെ വിടാതെ പിന്തുടർന്നു. ഒരു ദിവസം അയാൾ കൂടാളി സ്കൂളിലെത്തി കവിയെ കണ്ടു. കയ്യോടെ കല്യാണ തീയതി ഉറപ്പിച്ചിട്ടാണ് അയാളൊന്ന് മടങ്ങുന്നത്. തിരിച്ചു പോകുന്നതിന് മുമ്പായി അയാൾ വിവാഹമോചനത്തിനുള്ള കടലാസ് കവിയുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് ഇത്രയും പറഞ്ഞു, ഇതിൽ ഭാര്യയെ കൊണ്ട് ഒപ്പിടിച്ച് കൊണ്ടുവന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തോളാം. കോപ്പൻ നായർ പടിയിറങ്ങിപ്പോയ ശേഷം കവി കയ്യിലെ കടലാസും പിടിച്ച് നിർനിമേഷനായി നിന്നുപോയി. തിരുവിലാമല വിളിക്കുന്നു, പാറുക്കുട്ടി വിളിക്കുന്നു, മനസ്സിനെ മോഹിപ്പിച്ചതെല്ലാം അങ്ങ് ദൂരെ നിന്ന് മാടി വിളിക്കുന്നു. അന്ന് ലക്കിടിയിൽ വെച്ച് ഒരു ദുർബല നിമിഷത്തിൽ ഒരു ആഗ്രഹം കോപ്പൻ നായരോട് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നിബന്ധന ഉണ്ടാകുമെന്ന് കവി വിചാരിച്ചിരുന്നില്ല. ഏതു സ്വീകരിക്കും, ഏതിനെ ഉപേക്ഷിക്കും? ജീവിതത്തിൽ ആദ്യമായി പ്രിയപ്പെട്ടവരൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് കൂടെ ഇറങ്ങി വന്ന പെണ്ണ്, തന്നെ മാത്രം സ്നേഹിച്ച് ഉപാസിച്ച് തൻ്റെ എല്ലാ വിഭ്രാന്തികളെയും സഹിച്ച് കൂടെ കഴിയുന്നവൾ കുഞ്ഞുലക്ഷ്മി ഒരു വശത്ത്, മറുവശത്ത് ലക്കിടിയിലെ പാറുക്കുട്ടി. വിവാഹത്തിന് വാക്കുകൊടുത്ത് വിശ്വസിച്ച് കൈനീട്ടി അവളും നിൽക്കുകയാണ്. രണ്ടിനെയും ഒരുപോലെ കൈവിടാൻ വയ്യാത്ത അവസ്ഥ. കുഞ്ഞുലക്ഷ്മി എന്ന ജീവിത യാഥാർത്ഥ്യവും പാറുക്കുട്ടി എന്ന സങ്കല്പവും തമ്മിൽ വലിയൊരു സംഘർഷം അന്ന് കവി മനസ്സിൽ പെരുകി വന്നു. കവി വിഷാദമൂകനായി.
സദാനേരവും സങ്കടഗ്രസ്തനായി. ഒന്നിനെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ പരിഗ്രഹിക്കാൻ വയ്യാത്ത ഒരു ദുരവസ്ഥ. കല്യാണ ദിവസം അടുത്തടുത്ത് വന്നതോടെ കവിയുടെ മനസ്സ് വല്ലാതെ വിങ്ങി തുടങ്ങി. സ്കൂളിൽ പോലും പോകാനാവാതെ വീട്ടിൽ കുത്തിയിരിപ്പായി. നെടുവീർപ്പുകളുടെ മഹാഭാരം ആ നെഞ്ചിൽ തളം കെട്ടി. അന്നത്തെ ഈ സംഘർഷങ്ങളുടെ ദിനരാത്രങ്ങൾക്ക് കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളിൽ SSLC കഴിഞ്ഞ ശേഷം അച്ഛനമ്മമാർക്കൊപ്പം പാർക്കാനെത്തിയ മകൻ രവീന്ദ്രൻ നായർ സാക്ഷിയാണ്. അന്ന് അച്ഛനും അമ്മയും അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെപ്പറ്റി പിന്നീട് അദ്ദേഹം തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ വിവരിക്കുന്നുമുണ്ട്. പതിവില്ലാത്ത വിധത്തിലുള്ള കവിയുടെ ശോകമുഖാവസ്ഥ കണ്ട കുഞ്ഞുലക്ഷ്മി എഴുത്തുമുറിയിലേക്ക് കടന്നു ചെന്ന് കാര്യം തിരക്കുന്നു. എന്തുപറ്റി, സുഖമില്ലേ? അപ്പോൾ പി ഭാര്യയുടെ കൈ പിടിച്ചു കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം, മറ്റൊരു കല്യാണത്തിന് ഞാൻ വാക്ക് കൊടുത്തു, നാളെയാണ് കല്യാണം. അത് കേട്ട കുഞ്ഞുലക്ഷ്മി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അവർ അറിയാതെ ചോദിച്ചു പോയി, കല്യാണമോ? കവി ഭാര്യയുടെ കൈ പിടിച്ച് തലയിൽ വെച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞു. കുഞ്ഞുലക്ഷ്മിക്കും കരച്ചിലടക്കാനായില്ല. അവർ പക്ഷേ ആത്മധൈര്യം കൈവടിയാതെ ഭർത്താവിനോട് ചോദിച്ചു, എന്നിട്ട് കല്യാണം കഴിക്കാനായി പോണോ നാളെ? ആ ചോദ്യം കേട്ടതും കവി നിശബ്ദനായി. അല്പനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് കുമ്പസരിച്ചു. കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞുലക്ഷ്മി ഭർത്താവിനെ സമാധാനിപ്പിച്ചു. കടലാസ് തരൂ, ഞാൻ ഒപ്പിട്ട് തരാം എന്നായി അവർ. കവി തന്റെ ഭാര്യയെ സ്നേഹപൂർവ്വം നോക്കി തൊഴുതു. പിന്നെയും കണ്ണീരൊഴുക്കി നിന്നു. കോപ്പനായ ദിവസങ്ങൾക്ക് മുമ്പ് കവിയെ ഏൽപ്പിച്ച ആ വിവാഹമോചന കടലാസ് അപ്പോഴേക്കും ഏതോ പുസ്തക താളുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. ഇല്ല, പോകുന്നില്ല, എനിക്കതിന് കഴിയില്ല എന്ന് പി ഭാര്യയോട് പറഞ്ഞു. എന്നാൽ സാക്ഷാൽ പി കുഞ്ഞിരാമൻ നായർ തൻ്റെ ആത്മകഥയായിട്ടുള്ള കവിയുടെ കാൽപ്പാടുകളിൽ ഇതേ സംഭവം അവതരിപ്പിക്കുന്നത് ഏറെ നാടകീയമായി. താൻ ആ കല്യാണത്തിൻ്റെ തീയതി തന്നെ മറന്നുപോയി എന്ന മട്ടിലാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഒറ്റപ്പാലത്ത് സാഹിത്യപരിഷത്തിൽ കവിത വായിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് കവി ആ കഥ മെനയുന്നത്. 1951 ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേ ദിവസം കവി ജനതാ എക്സ്പ്രസിൽ നിളാതീരത്ത് ലക്കിടി തീവണ്ടി ആഫീസിൽ വന്നിറങ്ങി. തണുത്ത രാത്രി. ലക്കിടി കടവത്തെ എംബ്രാന്തിരിയുടെ ഹോട്ടലിലെ കുടിസുമുറിയാണ് ലക്കിടിയിൽ കവിയുടെ സ്ഥിര സങ്കേതം. രാത്രിയിലും ഭാരതപ്പുഴ വിളിച്ചു. കവി ചെന്നു, കുളിച്ചു കയറി. ചായക്കടയിൽ വെച്ച് പരിചയക്കാർ കവിയെ കണ്ടു. അവർ മൂക്കത്ത് വിരൽ വെച്ച് കവിയുടെ മുന്നിൽ നിന്നു. അവർ ഒരു വർഷം മുമ്പ് നടന്ന ലക്കിടിയിലെ കല്യാണ ദിവസത്തിന്റെ കഥയോർത്തു. കഥയില്ലായ്മയുടെ കഥ, കവിയുമായിട്ട് പറഞ്ഞുറപ്പിച്ച് വിവാഹം മുടങ്ങിയതിന്റെ കഥ. വീട്ടുകാരും നാട്ടുകാരും കൂടി ഉച്ചവണ്ടിയും രാത്രിവണ്ടിയും കാത്തിട്ടും കല്യാണ ചെറുക്കൻ എത്തിച്ചേരാതിരുന്ന ആ മഹാസങ്കടത്തിന്റെ കഥ. നാട്ടുകാരിൽ ഒരാൾ അന്ന് കവിയോട് പറഞ്ഞു, പെണ്ണ് ബോധം കെട്ട് വിടരുന്നു. ഉണർന്നപ്പോൾ സങ്കടം സഹിയാതെ കിണറ്റിൽ ചാടി ചാവാനൊരുങ്ങി. നിലത്തിട്ടടിച്ച് ഉരുണ്ടുരുണ്ട് കരഞ്ഞു. നിങ്ങൾക്ക് എന്തുപറ്റി മാഷെ, ഇങ്ങനെ വാക്കു പറഞ്ഞ് ചതിച്ചത് കഷ്ടമായി എന്നൊരാൾ. അന്നേ ദിവസം ഒറ്റപ്പാലത്ത് കവിത ചൊല്ലാൻ വന്നതാണ് കവി. എന്തോ ഒരു ഉൾപ്രേരണ കൊണ്ട് അറിയാതെ ലക്കിടിയിൽ വണ്ടി ഇറങ്ങിപ്പോയതാണ്. തിരുവില്ലാമല തൊഴാൻ ഒരുങ്ങി നിന്ന കവി നാട്ടുകാരുടെ മുന്നിൽ ഒരു കൊല്ലം മുന്നത്തെ വിവാഹ നാടകത്തിലെ പ്രതിനായകനായി നിന്നു. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ചൂളിപ്പോയി. എന്തു മറുപടി പറയാൻ? ഒടുവിൽ അന്നതിന് കവി പറയുന്ന ന്യായം, ഭാഗവതർ അന്ന് കൂടാളി വന്നിരുന്നു, എന്തോ പറഞ്ഞു, ഞാൻ എന്തോ കേട്ടു, ഞാനത് തമാശയായിട്ട് തള്ളി, എങ്കിലും അന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്, എന്തോ കാര്യങ്ങളിൽ തല കുടുങ്ങി കല്യാണക്കാര്യം മറന്നുപോയി എന്നായിരുന്നു. ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രി കവി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കവിതകളിൽ ഒന്നിൻ്റെ സർഗ്ഗപ്രക്രിയയിലേക്ക് കടന്നതിൻ്റെ കഥ ഡോക്ടർ ദീപേഷ് കരിമുങ്കര തൻ്റെ പി കാവ്യരൂപൻ്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: പരിഷത്ത് സമ്മേളനത്തിന് വന്ന് ലക്കിടിയിൽ ഇറങ്ങിയപ്പോൾ ചായപ്പിടികയിൽ വെച്ച് നാട്ടുകാർ പറഞ്ഞ വഞ്ചനയുടെ കഥ കവിയുടെ ഓർമ്മകളെ കുത്തിനോവിച്ചു. മനസ്താപം കൊണ്ട് കവി മനസ്സ് വെന്തു. പിറ്റേന്ന് കവി ഒറ്റപ്പാലം പരിഷത്തിലെത്തി. ഉദ്ഘാടകൻ രാധാകൃഷ്ണൻ, വള്ളത്തോൾ, NV എന്നിങ്ങനെ ദിഗ്ഗജർ പലരും വേദിയിൽ നിരന്നു. ഒന്നാം ദിവസം തന്നെ ജിയും വൈലോപ്പള്ളിയും ഒളപ്പമണ്ണയും അവരുടെ കവിതകൾ വായിച്ചു. പിയുടേത് രണ്ടാം ദിനമായിരുന്നു. ജിയുടെ അധ്യക്ഷതയിൽ വേണം കവിത വായിക്കാൻ. എന്നാൽ വായിക്കാൻ കയ്യിൽ കവിതയില്ല, അത് വന്നു ചേരണം. അതിനായി വൈകുന്നേരം കവി വണ്ടി കയറി ലക്കിടിയിലിറങ്ങി. വറ്റാത്ത കവിതയായ ഭാരതപ്പുഴ കൺമുന്നിലുണ്ട്. അലൗകികമായ അനുഭൂതി പരത്തി മനസ്സിൽ വരികൾ ചുരത്തിത്തരുന്ന മലനിരകളുമുണ്ട്. നീലരാത്രി, വൈരപ്പൊടി ചെതിരിയ ആകാശം, മനസ്സിൽ കവിത തെളിയാൻ ഇത്രയും ധാരാളമാണ്. പക്ഷേ കവിത വരുന്നില്ല. ഉദയത്തിന് മുന്നേ അവൾ വരുമോ? വന്നേ മതിയാവൂ. പരിഷത്തിന് മുന്നിൽ അവളെ കാഴ്ചവെക്കണം. അവളുടെ കാവ്യചിത്രം പൂർത്തിയാക്കണം. കവി കാത്തിരുന്നു. 5 മിനിറ്റിനുള്ളിൽ 200 വരി കുറിക്കുന്ന ബസ്സിൽ വെച്ച് മാതൃഭൂമി വിശേഷാൽ പതിപ്പിന് കവിതയൊരുക്കുന്ന മനസ്സിൽ കവിത ഉറങ്ങിക്കിടന്നു. ഉള്ളിൽ നിറഞ്ഞു വന്ന വേദനകൾ കൊണ്ട് അതിനെ ഉണർത്താനും ഓർമ്മകൾ കൊണ്ട് ഉയർത്താനും കവി പരമാവധി ശ്രമിച്ചു നോക്കി. മനസ്സിൽ ലക്കിടിയിലെ പാറുക്കുട്ടിയുടെ മംഗലത്ത് വീട് തെളിഞ്ഞു വന്നു. അവളുടെ വേദനകളും തികട്ടി വന്നു. എന്നിട്ടും ഒരു വരി പോലും പറഞ്ഞില്ല. ക്രിസ്തുമസ് രാത്രി, കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു തിരുപ്പിറവി കൊണ്ട രാത്രി, പാതിരാചന്ദ്രൻ ദൂരെ, നിലാവിൽ മുങ്ങി നിൽക്കുന്ന നിലാനദി വിളിപ്പാടരികെ. എന്നിട്ടും കവിത വന്നില്ല. കാത്തുകാത്തിരുന്ന് കവി ഒടുവിൽ ക്ഷീണിച്ചുപോയി. കവി ഇരുന്നു, കിടന്നു, നടന്നു. രാത്രിയാമങ്ങൾ കടന്നുപോയി. ഒറ്റപ്പാലം വണ്ടി 7 മണിക്കാണ്. രാവിലെ 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങണം. മനസ്സ് കണക്ക് കൂട്ടുന്നു. സ്റ്റേജിൽ കയറി പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കവിത ചൊല്ലിയ ചരിത്രമൊക്കെ കവിക്കുണ്ട്. നിമിഷ കവിതകൾ പലതും അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഇത് പരിഷത്താണ്. മലയാളത്തിലെ കേമന്മാർ ഉറ്റുനോക്കുന്ന സാഹിത്യ പരിഷത്ത്, മലയാള കവിതയുടെ മാറ്റുരയ്ക്കുന്ന പരിഷത്ത്. അതിൽ ഉദാസീനത ഒട്ടും പാടില്ല. നിലാവ് വന്നെത്തി നോക്കി. പാതിരാക്കാറ്റ് കഥകിൽ വന്ന് മുട്ടിപ്പറഞ്ഞു, ഉറങ്ങരുത്. ഉറങ്ങിയില്ല. കവി കാത്തിരുന്നു.
അവൾ വരുമെന്ന പ്രതീക്ഷയോടെ. പെട്ടെന്ന് മനസ്സിലൊരു മിന്നായം പോലെ വീശി. തലേ ദിവസം കൂടാളി നമ്പ്യാർ പറഞ്ഞ ഒരു കാര്യം ഓർത്തു. കഥകളിയുടെയും വേഷത്തിൻ്റെയും കഥ. അതെ, കഥകളി, ജീവിതമാകുന്ന കഥകളി. കവി വിശ്വമഹാകവിയുടെ തൃച്ചേവടികൾ മനസ്സിൽ ധ്യാനിച്ചു. മനസ്സിൽ കവിതയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കഥകളിയിൽ തൻ്റെ ജീവിതകഥയുടെ ഏടുകൾ അത്രയും നിറഞ്ഞു. കളിയച്ഛനും കഥകളി നടനും നിറഞ്ഞു. മഹാഗുരുവും ശിഷ്യനും വിളങ്ങി. പ്രിയപിതാവ് പുറവങ്കര കുഞ്ഞമ്മു നായർ, പട്ടാമ്പി സന്നിധിയിൽ ഗുരുശേഷൻ പുന്നശ്ശേരി നമ്പി, പ്രണയപാപത്തിൻ്റെ രാപ്പകലുകൾ, പരീക്ഷയിൽ തോറ്റ പിന്മടക്കങ്ങൾ, പാപപുണ്യങ്ങളുടെ വേഷപ്പകർച്ചകൾ, കുറ്റബോധത്തിൻ്റെ മൗനശില്പങ്ങൾ. കവി അന്തരാത്മാവിൻ്റെ പ്രതിരൂപമായി അന്ന് ആടിത്തിമർത്തു. വരികൾ ഉള്ളിൽ നിന്നും പതഞ്ഞൊഴുകി. 3 മെഴുകുതിരികൾ അതിനിടെ എരിഞ്ഞു തീർന്നു. അതിന് തിരുവെളിച്ചം അത്രയും കവിത കുടിച്ചു തിളങ്ങി. 4മതൊന്നുകൂടി കത്തിച്ചു വെച്ച് കവി കവിതയുടെ കരടെഴുതി മുഴുമിപ്പിച്ചു. രാത്രിയുടെ കവിത, വെളിച്ചത്തിൻ്റെ കവിത, വേവലിൻ്റെയും വെളിപാടിൻ്റെയും കവിത. നാളത്തെ സാഹിത്യ പരിഷത്തിൽ മലയാളത്തെ ഏറ്റവും തെളിച്ചമുള്ള കളിവിളക്കുകൾക്ക് മുന്നിൽ ആടിത്തിമർക്കേണ്ട പിയുടെ ജീവിതകഥയായി, ആട്ടക്കഥയായി ആ കവിത മാറി. കവി കരടെഴുതിയ കടലാസിനു മേലെ ആ തലവാചകം എഴുതി, കളിയച്ഛൻ. നേരം പുലർന്നപ്പോൾ കവി പരീക്ഷയിൽ ജയിച്ച കുട്ടിയെപ്പോലെ ഒറ്റപ്പാലം ജനതാ എക്സ്പ്രസിൻ്റെ 1ാം ക്ലാസ്സിൽ കയറി. മനസ്സിൽ നിറയെ കവിതയുടെ നവോന്മേഷം. രാത്രി മുഴുവൻ ഉറക്കം ലഭിച്ചുവെങ്കിലും ഹൃദയത്തിൽ കവിതയുടെ മധുര സംഗീത കലശം. നിലാതീരത്തിന് സമാന്തരമായി തീവണ്ടി ഒറ്റപ്പാലത്തേക്ക് പാഞ്ഞു. അവിടെ വെച്ച് അദ്ദേഹം കവിത ഒന്നുകൂടി പകർത്തി എഴുതി. ജീവിത കഥകളിയുടെ കവിത പൂർത്തിയായി. അലങ്കൃതമായ പരിഷത്ത് വേദി. കാവ്യ കഥകളി കാണാൻ സദസ്സിൽ നിറയെ ആളുകൾ. ജി ശങ്കരക്കുറുപ്പ് അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് കവിതയുടെ നിലവിളക്ക് കൊളുത്തി. അരങ്ങ് കേളിയാടി. തിരനോട്ടം തുടങ്ങി. ജി കവിയുടെ പേര് വിളിച്ചു. അടുത്ത കവിത അവതരിപ്പിക്കുന്നത് പി കുഞ്ഞിരാമൻ നായർ. പക്ഷെ ആളെ കാണാനില്ല. കാറ്റ് തിരശ്ശീലിളക്കി നിന്നു. സദസ്സിന്റെ മുൻവരിയിൽ തന്നെ വള്ളത്തോളിരിപ്പുണ്ട്. കഥകളിയുടെ രക്ഷാപുരുഷൻ, മലയാളത്തിന്റെ കാവ്യഗുരു. സദസ്സിലേക്ക് കയറും മുമ്പ് ഗുരുപാദങ്ങളിൽ പി സാഷ്ടാംഗം നമസ്കരിച്ചു. അനുഗ്രഹിക്കണം. വള്ളത്തോൾ കവിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കവി വേദിയേറി. കുഞ്ഞിരാമൻ നായർ എന്ന ബാങ്ക് പൊളിഞ്ഞു, അതിന്റെ പരസ്യപ്പലക ലേലം ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന ആമുഖത്തോടെയാണ് പി ആ കവിത വായിച്ചു തുടങ്ങുന്നത്. പാട്ടും ആട്ടവും കവി തന്നെ ഏറ്റെടുത്തു. പി കണ്ഠവും മനസ്സും ഒന്നിച്ചു ചൊല്ലി. പാരായണം തീരും വരെയും സദസ്സ് രസിച്ച് ലയിച്ച് കേട്ടിരുന്നു. കഥകളിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ആ കവിതയുടെ ആട്ടം കഴിഞ്ഞതോടെ നിലയ്ക്കാത്ത കരഘോഷങ്ങൾക്ക് നടുവിലൂടെ സദസ്സിന് മുന്നിലൂടെ കവി നടന്നു. ND കൃഷ്ണവാര്യർ കവിയെ തടഞ്ഞു വെച്ചു. കൈ നീട്ടി. ആ കവിത എനിക്ക് വേണം. ഒരു ഗന്ധർവ ഗായകനെ പോലെ പി കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ വിളങ്ങിയെന്ന് പിറ്റേ ദിവസത്തെ പത്രങ്ങൾ എഴുതി. NV അന്ന് കൈനീട്ടി വാങ്ങിച്ച ആ കവിത അടുത്തയാഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചൂടോടെ അച്ചടിച്ചു വന്നു. കളിയച്ഛൻ. മലയാളികൾ ആദ്യമായി ആ കവിത വായിച്ചു. അന്നു മുതൽ ഇന്നുവരെയും കാലാധിപർത്തിയായ കവിത അതിന്റെ പ്രയാണം തുടരുക തന്നെ ചെയ്യുന്നു. പരിഷത്തിന് ശേഷം പി ഒറ്റപ്പാലത്ത് നിന്ന് ലക്കിടിയിലേക്ക് തിരിച്ചു വരുന്നു. 1 വർഷം മുമ്പ് കല്യാണ പെണ്ണായി തന്നെ കാത്തിരുന്ന പാറുക്കുട്ടിയോട് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചായിരുന്നു കവിയുടെ വരവ്. വന്നിറങ്ങിയ പാടെ അദ്ദേഹം പാറുക്കുട്ടിയെ ചെന്ന് കണ്ടു. ഭാഗവതരുടെ കാല് പിടിച്ചു മാപ്പും പറഞ്ഞു. പഴയ ബന്ധം പുതിയതായി വിളക്കി ചേർത്തു. പരിഭവത്തിന്റെ നേരം പോക്കുകൾക്കിടമില്ലാത്ത വിധത്തിൽ പാറുക്കുട്ടി നിഴലായി കവിയോട് ചേർന്നു നിന്നു. പിന്നീട് അങ്ങോട്ടും കൂടാളിയിൽ നിന്ന് അവധി ദിവസങ്ങളിൽ അവളെ തേടി രാത്രി വണ്ടിയിൽ കവി നിരവധി തവണ വന്നുപോയി. എന്തായാലും കവിയുടെ കാൽപ്പാടുകളിൽ തന്നെ നിസ്സാരമായൊരു മറവിയുടെ രൂപത്തിൽ കവി അവതരിപ്പിക്കുന്ന ഈ ജീവിത മുഹൂർത്തത്തെ അദ്ദേഹത്തിന്റെ കഥയിലാമ്മയുടെ കഥയായിട്ട് മനസ്സിലാക്കാതെ ഒരു മിത്ത് പോലെ പലരും ഇന്നും വായിക്കുന്നു. പാതിപ്പേരെങ്കിലും അത് തന്നെ നിജമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ തൻ്റെ വീട്ടിൽ വെച്ച് അച്ഛനും അമ്മയും തമ്മിൽ നടന്ന സംഭാഷണം തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒട്ടമർഷത്തോടെ കേട്ട മറ്റൊരാളുണ്ടായിരുന്നു. ആ സംഭവത്തിൻ്റെ മറുവശം, അതിൻ്റെ യാഥാർത്ഥ്യം നേരിട്ടറിഞ്ഞ ഏക സാക്ഷിയായ ഒരേ ഒരാൾ, കവിയുടെ മകൻ രവീന്ദ്രൻ നായർ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ രാത്രിയുടെ ഓർമ്മ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന കൊടിയ ആത്മസംഘർഷങ്ങളുടെ മറക്കാനാവാത്തൊരു അധ്യായമായി ആജീവനാന്തം നിറഞ്ഞു നിന്നിരുന്നു. കൂടാളി സ്കൂളിന് മുന്നിലെ പീഡികമുറിയുടെ മുകളിലെ നിലയിൽ പി താമസമാക്കിയ ശേഷമാണ് കുറച്ചുകാലം മകൻ രവീന്ദ്രൻ അദ്ദേഹത്തിന് കൂടെ വന്ന് പാർക്കുന്നത്. ഭാര്യയെ കൊണ്ടുവന്ന് കൂടെ നിർത്താനായിരുന്നു കവി ആദ്യം ശ്രമിച്ചത്. അപ്പോഴേക്കും അച്ഛൻ മരിച്ച് തറവാട്ടിൽ അമ്മ ഒറ്റയ്ക്കായതോടെ അവർ മരുമകളെ പോകാൻ അനുവദിച്ചില്ല. അങ്ങനെയാണ് കൗമാരക്കാരനായിട്ടുള്ള മകൻ രവി അച്ഛൻ്റെ കൂടെ കുറച്ചുകാലം കഴിയട്ടെ എന്ന തീരുമാനമുണ്ടാകുന്നത്. മകനെ പറഞ്ഞയച്ച ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 1953 കാലത്ത് കുഞ്ഞലക്ഷ്മിയും ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നു. ഭാര്യ വരുമെന്ന് ഉറപ്പായതോടെ പീഡികമുറിക്ക് മുകളിലെ വാസം അവസാനിപ്പിച്ച് കുറെ കൂടി നല്ലൊരു വീട് വാടകയ്ക്ക് എടുക്കാമെന്ന് പി തീരുമാനിക്കുന്നു. ആരോ പറഞ്ഞ് കവി കുംഭം എന്ന സ്ഥലത്ത് ഒരു വീടൊഴിഞ്ഞ് കിടപ്പുണ്ട് എന്നറിയുന്നു. ആദ്യം ചെന്ന് കണ്ടപ്പോൾ തന്നെ ആ വീട് കവിക്ക് നന്നായി ബോധിച്ചു. സ്കൂളിൽ നിന്ന് നടക്കാവുന്ന ദൂരം, വയൽക്കര, വീട്ടുപറമ്പിൽ തന്നെ ഒരു കുളം, കവിക്കിണങ്ങിയ പ്രകൃതി, കവിതയ്ക്കിനിയുന്ന വഴികൾ. നേരെ അദ്ദേഹം ഉടമയെ ചെന്ന് കണ്ടു. പി ചോദിച്ചപ്പോൾ തന്നെ അയാളത് വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. കവിയും ഭാര്യയും മാത്രമായി വർഷങ്ങൾക്ക് ശേഷം ഒരു വീട്ടിൽ ഒരുമിച്ച് പാർത്തു. അന്ന് കവിക്ക് കഷ്ടിച്ച് 47 വയസ്സ് പ്രായം കാണും. ഭാര്യയെ ഇങ്ങനെ കൂടാളിയിലെ വാടക വീട്ടിൽ കൊണ്ട് കൂടെ താമസിപ്പിച്ച കാലത്താണ് സത്യത്തിൽ പി കുഞ്ഞിരാമൻ നായർ യഥാർത്ഥത്തിൽ ആദ്യമായി ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നത്. ഭാര്യ വെച്ചു വിളമ്പിയ ഭക്ഷണം കവി അന്ന് ഇഷ്ടത്തോടെ കഴിച്ചു.
വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും അദ്ദേഹം തെളിവെള്ളം വേണ്ടുവോളം കോരി കുടിച്ചു. കഷ്ടി 1 കിലോമീറ്റർ മാത്രം അകലെ കിടന്ന സ്കൂളിലേക്ക് കൃത്യസമയത്ത് പോയി വൈകുന്നേരം ഇരുട്ടു മുമ്പ് ഏതൊരു ഗൃഹസ്ഥനെയും പോലെ കൃത്യസമയത്ത് തിരികെ വന്നുകൊണ്ടിരുന്ന സമാധാനത്തിന്റെ ഒരു നല്ല കാലം. 1959 സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പിയുമായി ബന്ധമുള്ള മറ്റൊരു രസകരമായ ഓർമ്മയാണ്. അന്ന് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സംഘനൃത്തത്തിന് പാട്ടെഴുതാമോ എന്ന് കവിയോട് പ്രധാന അധ്യാപകൻ ചോദിച്ചു. പാട്ടെഴുത്ത് പതിവില്ല, വേണമെങ്കിൽ കവിത തരാം എന്നായി കവി. കവിതയ്ക്ക് വേണ്ടി കുട്ടികൾ കാത്തിരിപ്പായി. പിന്നെ കലോത്സവം എടുക്കാറായപ്പോൾ അവർ ആദ്യയോടെ ചോദിച്ചു, കവിത എവിടെ? കവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കവിത തരാം, പക്ഷേ സ്കൂൾ പൂട്ടേണ്ടി വരും. അതിനർത്ഥം എന്തെന്ന് കേട്ടവർക്കാർക്കും അപ്പോൾ തിരിഞ്ഞില്ല. ഒരു ദിവസം കവി കവിത തന്നു. ഞങ്ങൾ വരുന്നു മലനാട്ടിൽ എന്ന ഒരു അസൽ കവിത. കേരളീയ പ്രകൃതിയിൽ 6 ഋതുകന്യകമാർ പാട്ടിന്റെ ലയവും നൃത്തത്തിന്റെ ചുവടുകളുമായി കവിതയിൽ നിറഞ്ഞു നിന്നു. സംഘനൃത്തത്തിനായി 6 കുട്ടികളെ തിരഞ്ഞെടുത്തു. ചിട്ടപ്പെടുത്താൻ കവിയുടെ സുഹൃത്തും നാട്ടുകാരനുമായ വിഭാവസു എത്തി. കവിതയിലെ വരികൾ അദ്ദേഹം നൃത്തത്തിനൊപ്പിച്ച് കുറുക്കി. കുട്ടികൾ പാട്ട് ശ്രുതിയും ലയവും ഒപ്പിച്ച് മനോഹരമായി ആലപിച്ചു. 6 കുട്ടികൾ 6 ഋതുകന്യകമാരായി തട്ടിൽ തകർത്താടി. ജില്ലാ കലോത്സവത്തിൽ ആ നൃത്താവിഷ്കാരത്തിന് 1ാം സ്ഥാനം കിട്ടി. കവിയും കുട്ടികളും ഒരുപോലെ സന്തോഷിച്ചു. ഇനി സംസ്ഥാന തലത്തിലേക്ക് പോകാം. അക്കൊല്ലം കോഴിക്കോട്ടായിരുന്നു കലോത്സവം. അവിടെയും കുട്ടികൾ മതിമറന്നാടി. കണ്ടുനിന്നവർക്ക് അതൊരു കാഴ്ച വിരുന്നായി. വിധികർത്താക്കളുടെ അഭിപ്രായവും ഏകകണ്ഠമായിരുന്നു. 1ാം തരം. കൂടാളി സ്കൂളിന് സംസ്ഥാന യുവജനോത്സവത്തിൽ അക്കുറി സംഘനൃത്തത്തിന് 1ാം സ്ഥാനം. സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ അതാദ്യമായിട്ടാണ്. ആഹ്ലാദത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രഥമാധ്യാപകൻ അടുത്ത ദിവസം സ്കൂളിന് അവധി നൽകി. അന്ന് കവി എല്ലാവരോടുമായി തൻ്റെ പഴയ പല്ലവി ആവർത്തിച്ചു. ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ എന്തെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. സ്കൂൾ പൂട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞു, പൂട്ടിച്ചു എന്ന് പുഞ്ചിരിയോടെ മാഷ് മറുപടി. കവിമാഷിന്റെ പാട്ടും സ്കൂൾ പൂട്ടിച്ച കഥയും അതോടെ നാട്ടിലാകെ പാട്ടായി. അക്കാലത്തൊരിക്കൽ ഒരു ആയുർവേദ വൈദ്യനെ കാണാൻ വേണ്ടി കവി തെന്മല താഴ്വരയിലുള്ള കൊല്ലംകോട്ടെത്തി. ആ ഗ്രാമഭംഗിയിൽ കവിയുടെ മനസ്സലിഞ്ഞു പോയി. അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ കവി മോഹിച്ചു. വടക്കേ മലബാറുകാരനായ കവിക്ക് ജന്മനാടിനേക്കാൾ സ്നേഹം നിളാതീരത്തോടായിരുന്നു. ചന്ദ്രഗിരിപ്പുഴ വല്ലപ്പോഴും കാസർകോട്ടേക്ക് തീവണ്ടി പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച മാത്രമാണ്. എന്നാൽ നിള അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിരുന്നു അത്. കൗമാരം പിന്നിടുമ്പോൾ തന്നെ പട്ടാമ്പിയിൽ പഠിക്കാൻ വേണ്ടി എത്തിയ കവിയെ ആ ഭൂപ്രകൃതി എന്നേക്കുമായി വശീകരിച്ചിരുന്നു. അങ്ങനെയാണ് 1961 കൂടാളിയിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിലേക്ക് മലയാളം അധ്യാപകനായി പി വന്നെത്തുന്നത്. തുടർന്നുള്ള 5 വർഷക്കാലം തെന്മലയുടെയും വടമലയുടെയും കാറ്റേറ്റുകൊണ്ട് കൊല്ലങ്കോടിന്റെ പ്രകൃതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് മധുര നിലാവിൽ അലിഞ്ഞ് കവി കഴിച്ചുകൂട്ടി. താരതമ്യേന ഇക്കാലം കവിയുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഒഴിഞ്ഞ സമാധാനത്തിന്റെ കാലമായിരുന്നു. പക്ഷേ കവിതയിലെ സംഘർഷങ്ങൾ കവിയെ അക്കാലത്ത് അലട്ടിക്കൊണ്ടിരുന്നു. നരബലി അടക്കമുള്ള പല പ്രശസ്ത കവിതകളും പി എഴുതുന്നത് കൊല്ലങ്കോട്ടെ വാസക്കാലത്താണ്. 1966 കൊല്ലങ്കോട്ട് സ്കൂളിലേക്ക് പെൻഷൻ പറ്റിയ കവിയുടെ മുന്നിൽ വ്യക്തമായ 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന തൻ്റെ കവിതകൾ തപ്പിപ്പിടിച്ച് സമ്പൂർണ്ണ സമാഹാരങ്ങൾ ഇറക്കുക, തൻ്റെ ജീവിതാനുഭവങ്ങൾ അടങ്ങുന്ന ആത്മകഥകൾ പ്രസിദ്ധീകരിക്കുക. രഥോത്സവം എന്ന 2 വാല്യങ്ങളുള്ള കവിതാ സമാഹാരവും കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ എന്നീ ആത്മകഥകളും അങ്ങനെയുണ്ടായ സൃഷ്ടികളാണ്. നിളാതീരത്തുള്ള മനോഹര ഗ്രാമമായ തിരുവില്ലാമലയിൽ തൻ്റെ ജീവിത സായാഹ്നം ചെലവഴിക്കാനായിരുന്നു കവി ആഗ്രഹിച്ചത്. അത്രമേൽ ഇഷ്ടമായിരുന്നു കവിക്ക് തിരുവില്ലാമലയും വില്ലാദ്രിനാഥൻ ക്ഷേത്രവും. പിയുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന വിശിഷ്ടമായ ആത്മകഥ ആരംഭിക്കുന്നത് തന്നെ തിരുവില്ലാമലയെ വർണ്ണിച്ചുകൊണ്ടാണ്. എന്നാൽ വാർദ്ധക്യത്തിൽ ഹൃദ്രോഗവും വൃക്കരോഗവും കവിയെ വിടാതെ പിടികൂടി. 2-3 വട്ടം തൃശ്ശൂരിലും മറ്റ് ആശുപത്രികളിലും പിക്ക് ദീർഘകാലം ചികിത്സയിൽ കഴിയേണ്ടി വന്നു. നിത്യകന്യകയെ തേടി എന്ന ആത്മകഥാപരമായിട്ടുള്ള തൻ്റെ കൃതിയിൽ തൻ്റെ ആശുപത്രി ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം എഴുതുന്നുണ്ട്. മരിക്കുന്നതിന് 3-4 മാസം മുമ്പ് കവി വെള്ളിക്കോത്ത് വീട്ടിൽ ഒരിക്കൽ ചെന്നിരുന്നു. യാത്ര പറഞ്ഞ് പടി കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞുലക്ഷ്മി അമ്മ ഭർത്താവിനോട് ഇനി എപ്പോഴാ എന്ന് ചോദിക്കുന്നു. അതിന് തികച്ചും നിർവികാരതയോടെയാണ് അദ്ദേഹം മറുപടി പറയുന്നത്. നമ്മളൊക്കെ വഴിപോക്കരല്ലേ, എന്താ ഏതാ എന്നൊക്കെ എങ്ങനെ പറയും? അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നീട് അവർ കേൾക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്തയാണ്. അവസാന ദിവസങ്ങളിൽ പി താമസിച്ചിരുന്നത് തിരുവനന്തപുരത്തെ CP സത്രത്തിലായിരുന്നു. 1978 മെയ് മാസം 27-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ ഉറക്കത്തിൽ ഹൃദയസ്തംഭനം മൂലം കവി അന്തരിക്കുകയായിരുന്നു. CP സത്രത്തിൽ കവി എന്നേക്കുമായി ഉറങ്ങിയപ്പോൾ കിഴക്കൻ മലനിരകളിലെ കോടമഴക്കാറുകൾ കണ്ണു തുടച്ചു. പുഴകളും പൂക്കളും കിളികളും നിലാവുകളും കരഞ്ഞു. കാൽപ്പനിക സഞ്ചാരിയുടെ അനാഥജടം CP സത്രത്തിലെ ജീവനക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മഹാകവിയുടെ മരണവാർത്തയറിഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം മെഡിക്കൽ കോളേജിലെത്തി. തലസ്ഥാന നഗരിയിലെ അന്തിമ അഭിവാദ്യങ്ങൾക്ക് ശേഷം കവിയെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കവിയുടെ നിത്യകാമുകിയായ നിളയെ തേടി നീങ്ങി. പോകുന്ന വഴിക്ക് എറണാകുളം സാഹിത്യ പരിഷത്ത് ഓഫീസിലും തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലും പൊതുദർശനത്തിനായി വെച്ച ശേഷം ചെറുതുരുത്തിക്ക് അടുത്തുള്ള പൊതുശ്മശാനത്തിൽ ആ ജീവിതയാത്ര അവസാനിച്ചു. കവിയുടെ മൃതദേഹം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ദർശനത്തിന് വെച്ചപ്പോൾ കാണാൻ കുഞ്ഞുലക്ഷ്മി അമ്മ പോയില്ല. വെള്ളിക്കോത്തെ വീടിൻ്റെ പൂമുഖത്തെ തൂണും ചാരി ഒരേ ഇരിപ്പായിരുന്നു അവർ.
അവസാന യാത്ര പറഞ്ഞു പോകുന്ന നേരത്ത് തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തുണ്ടായിരുന്ന നേരിയ മന്ദഹാസത്തിന് പകരം നിശ്ചലമായ ആ മുഖം ഇനി കാണേണ്ട എന്ന് മനസ്സ് പറഞ്ഞതാകാം ഒരുപക്ഷെ ആ ഉറച്ച തീരുമാനത്തിന് പിന്നിൽ. ജീവിതകാലം മുഴുവൻ കവി നിത്യകന്യകയായി ആരാധിച്ച നിളയുടെ തീരത്ത് തന്നെ മക്കളുടെയും ബന്ധുക്കളുടെയും വലിയൊരു ജനാവലിയുടെയും സാന്നിധ്യത്തിൽ മഹാകവിയുടെ മൃണ്മയദേഹം എരിഞ്ഞടങ്ങി. നമസ്കാരം ഭൂതദാത്രി തായെ പോയി വരട്ടെയോ, ഭൂഗോളമൃതൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചിടുന്നു ഞാനെന്ന് അതിനും എത്രയോ മുമ്പ് തന്നെ കവി ഈ വസുന്ധരയോട് വിട പറഞ്ഞിരുന്നു. കിടക്കപ്രതി കിട്ടാത്ത കവിജന്മമായിരുന്നു പി കുഞ്ഞിരാമൻ നായരുടേത് എന്ന് പി സുരേന്ദ്രൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. വീട് വിട്ടുള്ള നിരന്തരമായ അലച്ചിലിന് സത്യം പറഞ്ഞാൽ ഗാർഹികമോ സാമൂഹികമായിട്ടുള്ള കാരണങ്ങൾ ഏതുമില്ലായിരുന്നു. സാമാന്യം ഉയർന്ന സാമ്പത്തിക ശേഷി, അച്ഛൻ്റെ ഗംഭീരതയാർന്ന തണൽ, അമ്മയുടെ തരള സാന്ത്വനം, സ്വസ്ഥമായ കുടിപാർപ്പിന് ഇത്രയൊക്കെയും ധാരാളം മതിയായിരുന്നു. എന്നിട്ടും ശിരസിൽ കത്തുന്ന മുറിവുമായി കുഞ്ഞിരാമൻ നായർ വീട് വിട്ടലഞ്ഞു. പീഡനങ്ങളൊക്കെയും സ്വയം ഏറ്റുവാങ്ങുകയും ചെയ്തു. വിശുദ്ധ തീർത്ഥാടനങ്ങൾ നടത്താനാണ് കവി ആഗ്രഹിച്ചത്. പക്ഷെ ഓരോ യാത്രയിലും സൗന്ദര്യദേവത മനുഷ്യാവതാരം എടുത്തുവന്ന് കവിയെ മോഹിപ്പിച്ചു. അത് പ്രണയം കൊണ്ടോ അതോ കാമം കൊണ്ടോ എന്ന് നിശ്ചയം പോരാ. മാംസനിബദ്ധമല്ലാത്ത അനുരാഗം പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നേര്. പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ വഴികൾ ഓരോന്നും അദ്ദേഹത്തെ കൊടുംപാപത്തിൽ കൊണ്ടുചെന്നെത്തിച്ചു. പാപമുക്തി നേടാൻ പിന്നെയും യാത്രകൾ നടത്തി. ഈ യാത്രകളൊക്കെയും ഒടുങ്ങിയതും പ്രണയത്തിലും പാപത്തിലും തന്നെ. ഈ നൈരന്തര്യത്തെ തൻ്റെ വിധിയായി ജാതകദോഷമായി കവി സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ യാത്രകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ തെല്ലൊരു ആത്മനിന്ദയോടെ തന്നെ കവി കുറിച്ചിട്ടുള്ളത്. കവിത തേടി വേശ്യാത്തെരുവിലെത്തി, അമ്പലം തേടി ചുടലയിലെത്തി, നക്ഷത്രം നോക്കി നടന്ന് കുണ്ടൻ കിണറ്റിൽ ചാടി, തോട്ടക്കാരൻ്റെ ജോലിയേറ്റ് കല്ലട്ടിയിൽ കിടന്നുറങ്ങി, കൽക്കണ്ടം വേണ്ടാത്തവർക്ക് കൊടുത്ത് കല്ലേറു വാങ്ങി, ആകാശം എത്തിപ്പിടിക്കാൻ ചാടി ഭൂമി നഷ്ടപ്പെട്ടു എന്നാണ്. ഈ വേദന എന്നും കുഞ്ഞിരാമൻ നായരെ പിന്തുടർന്നിരുന്നു. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ അർഹിക്കും വിധം പഠിക്കപ്പെട്ടിട്ടില്ല. ബിംബാവലികളുടെ വെറും ധൂർത്തായും കേവല സൗന്ദര്യോപാസനയായും കവിതയുടെ ഭക്തിമാർഗമായും എല്ലാം ആ എഴുത്ത് ചവിട്ടിത്തള്ളപ്പെട്ടു. 1954 പുറത്തിറങ്ങിയ കളിയച്ഛൻ എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും താമരത്തോണി എന്ന സമാഹാരത്തിന് 1967 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചുവെങ്കിലും പഴയ ഭക്തകവി പട്ടം അദ്ദേഹത്തിൻ്റെ തോളിൽ തന്നെ ഞാന്നു കടന്നു. കേരളത്തിലെ ഇടതുപക്ഷ പൊതുബോധം ജന്മി സമ്പ്രദായത്തെയും ഹൈന്ദവ ആസ്തികതയെയും പ്രകീർത്തിക്കുന്ന ഒരു പഴഞ്ചൻ കവിയായിട്ടാണ് പി എ എന്നും കണ്ടുപോകുന്നത്. മലയാള കവിതയിൽ ആധുനികത കത്തിയെന്ന മധ്യാഹ്നങ്ങളിൽ പി കുഞ്ഞിരാമൻ നായരുടെ പേര് പറയുന്നത് പോലും പുച്ഛത്തോടെ മാത്രമാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പുപ്പന്താടിയെ പോലെ കാറ്റിനൊത്ത് നീങ്ങിക്കൊണ്ടിരുന്ന കവിയെ ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ളൊരു കവിയായി കാണാൻ സാഹിത്യ സ്ഥാപനങ്ങൾ പലതും അന്ന് മടിച്ചു നിന്നു. ആധുനിക നിരൂപകരുടെ അതാത് കാലത്തെ സിദ്ധാന്തങ്ങൾക്ക് ഇണങ്ങുന്നതുമായിരുന്നില്ല വെള്ളച്ചാട്ടം പോലെ പ്രവഹിച്ച ആ കാവ്യഭാവന. സുകുമാർ അഴീക്കോട്, സി പി ശ്രീധരൻ തുടങ്ങിയ വിരലിലെണ്ണാവുന്ന നിരൂപകർ ഒഴികെയുള്ളവർ കുഞ്ഞിരാമൻ നായർ എന്ന ഈ കവിയെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ മടിച്ചു. എന്നാൽ അതേസമയം പി കുഞ്ഞിരാമൻ നായരെ പോലെ പിൽക്കാലത്ത് മലയാള കവിതാ ലോകത്ത് ആദരവോടെ മാത്രം സ്മരിക്കപ്പെടാൻ യോഗമുണ്ടായ കവികളും വേറെ കാണില്ല. വാസ്തവത്തിൽ കവിയുടെ മരണശേഷമാണ് ആ കവിതകളുടെ വൈശിഷ്ട്യങ്ങൾ തെളിഞ്ഞു വന്നത്. പ്രാദേശിക തനിമ, മലയാളിത്തം, പരിസ്ഥിതി ബോധം, അധിനിവേശ വിരുദ്ധ നിലപാട് എല്ലാം പൊതുസമൂഹത്തിൻ്റെ ആദർശവും ഉത്കണ്ഠയുമായി തീർന്നപ്പോൾ മഹാകവിയുടെ കവിതകളിൽ ഈ ഉത്തമാദർശങ്ങളൊക്കെ മഞ്ഞുതുള്ളിയിൽ കാടെന്ന പോലെ പ്രതിഫലിച്ചു കണ്ട് ആസ്വാദകർ പിന്നീട് അതിശയിച്ചു പോയി. കേരളീയ ഭൂപ്രകൃതിയെ മുഴുവൻ ആവാഹിച്ച ആ കവിതകൾ സംസ്കാരത്തിൻ്റെ കൊടിയടയാളമായി തീർന്നു. വലിയ വലിയ കവികൾ മഹാകവിയെ ചൊല്ലി അത്ഭുതപ്പെടുകയും ഒരുപക്ഷെ അസൂയപ്പെടുകയും ചെയ്തു. ഒരു കവി കുഞ്ഞിരാമൻ നായർ കവിതകളിലെ പ്രകൃതിയുടെ തുടിപ്പിനെയും ഭംഗിയെയും വാഴ്ത്തിക്കൊണ്ടൊരിക്കൽ എഴുതിയത്, ഐതിഹ്യപ്രകാരം പരശുരാമൻ മഴുവറിഞ്ഞ് കടലിൽ നിന്ന് നേടിയെടുത്ത കേരളം വീണ്ടും കടലെടുത്തു പോവുകയും ദൈവം വീണ്ടും കേരള സൃഷ്ടിക്ക് ഒരുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ കേരളം മുമ്പ് എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടി ദൈവം ഒരുപക്ഷെ കുഞ്ഞിരാമൻ നായർ കവിതയാകും വായിച്ചു നോക്കുക എന്നാണ്. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മധുമക്ഷിക എന്ന മനോഹരമായ കവിതയിലൂടെയാണ് പി എ ആദരിച്ചത്. ആറ്റൂർ രവിവർമ്മയാകട്ടെ മേഘരൂപൻ എന്ന കവിതയിലൂടെ കവിയെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ സൂചന നൽകാതെ തന്നെ മേഘം പോലെ അവ്യവസ്ഥിതമായ രൂപമുള്ള കവിതയെയും വാഴ്ത്തി പാടിയിട്ടുണ്ട്. അന്തർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം, എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരമെന്നാണ് ആറ്റൂർ ഭാവനയിൽ കവിയെ ബഹുമാനിച്ചത്. മഹാകവിയെക്കുറിച്ചൊരു വിശദ തൂലികാ ചിത്രം എഴുതിയ കവിയുടെ ആരാധകൻ കൂടിയായ പി എം നാരായണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ ഓമനയായി വളർന്നു. സരസ്വതി ദേവി അനുഗ്രഹിച്ചു. ലക്ഷ്മി ദേവി തിരസ്കരിക്കുകയും അപമാനിക്കുകയും ചെയ്തു. കവിതയെയും പ്രകൃതിയെയും ആജീവനാന്തം പ്രേമിച്ചു. കവിതയെന്ന് തെറ്റിദ്ധരിച്ച് കാമിയുടെ വലയിൽ ചെന്ന് കുടുങ്ങി. തെറ്റുകളിൽ പശ്ചാത്തപിച്ചു, വീണ്ടും തെറ്റ് ചെയ്തു. ജീവിതം മുഴുവൻ പ്രവാസിയായി കഴിഞ്ഞു. അവസാനം അനാഥനായി ഈ ലോകം വിട്ടു പോവുകയും ചെയ്തു. കവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതാനും വരികൾ ഓർത്തെടുത്തുകൊണ്ട് വല്ലാത്തൊരു കഥയുടെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കട്ടെ. 4-5 മാത്രകൾ തീർന്നു സമുദ്രോർമി മാലതൻ പൊട്ടിച്ചിരിയും കരച്ചിലും, ചൊല്ലുന്നു ചേതന മേലിൽ അവളെ നീ കണ്ടുമുട്ടില്ല ഈ ജീവിതപാതയിൽ, ശാരദ സന്ധ്യതൻ പൂക്കുമ്പിൾ ചിന്നിയോരാവഴി താരയിൽ മാഞ്ഞു നിലാവവൾ, കാണില്ലിനി ഒരു നാളിലുമെങ്കിലും കാക്കും നിശതൻ കിനാവിലെ തോപ്പിൽ ഞാൻ. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.